ഒരുപാട് അമ്മമാരെ റീലിലൂടെ കയ്യിലെടുത്ത ഒരു കൂട്ടം അമ്മമാരാണ് ഇന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ പോകുന്നത്. കൈയടിക്കേ, കമോൺ. വെൽക്കം വെൽക്കം. ഈ ജോയൽ, പലരും എന്ത് വിളിക്കണം ഞാൻ ജോയലിനെ? യെസ്, പട്ടി ജോയൽ. അതിന് കുഴപ്പമില്ല അങ്ങനെ വിളിക്കുന്നതിനൊന്നും. അല്ല, ഇപ്പോ ആദ്യം മമ്മിയായിരുന്നു, ഇപ്പോ നാട്ടുകാരെല്ലാരും പട്ടി ജോയൽ എന്നാണ് വിളിക്കുന്നത്. അതിൽ അഭിമാനമുണ്ട് അങ്ങനെ വിളിക്കുന്നത്? അഭിമാനമില്ല, പക്ഷെ അങ്ങനെ വിളിക്കുന്നതിന് കുഴപ്പമില്ല, കാരണം സന്തോഷം മാത്രം. അടിപൊളി, ക്ലാപ്പ് കൊടുക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് സോ ഗുഡ് ടു സീ യു ഓൾ ഓഫ് യു. കുറേ പേര് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. സോ താങ്ക് യു സോ മച്ച്. അടിപൊളി. സ്റ്റെഫി, ഭയങ്കര രോമാഞ്ചമായി സ്റ്റെഫി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെഫിയുടെ ഒരു റീല് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ റീലുകളൊക്കെ നമ്മൾ കാണും, നമ്മുടെ ഫീഡിലൊക്കെ വരുന്നതാണ്, നിങ്ങളെല്ലാവരും പ്രത്യക്ഷപ്പെടുന്നതാണ്. പക്ഷേ ഈ ഇടയ്ക്ക് സംഭവിച്ച ഒരു സംഭവം, അത് നമുക്ക് എല്ലാവർക്കും പ്രൗഡ് മൊമെൻ്റ് ആണ്. കാരണം കേരളത്തിൽ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അതാ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അതിനും സ്റ്റെഫിയുടെ ആൾക്കാരല്ല നിങ്ങൾ ഇറക്കി. ശരി, ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടെങ്കിൽ പോലും ജപ്പാനിൽ പോകാൻ അവസരം കിട്ടുന്നു. സ്ട്രേഞ്ചർ തിങ്സ് ഫാൻസ്. ഓ വാവ് വാവ് വാവ്, ഭയങ്കര രസം. അപ്പോൾ അതിന് അവസരം കിട്ടുന്നു. അതെങ്ങനെയായിരുന്നു ആക്ച്വലി? അസൂയുണ്ട്, ടച്ച് വുഡ്, കണ്ണ് വെക്കുന്നില്ല, പറഞ്ഞോ. ഞാൻ ആക്ച്വലി സ്ട്രേഞ്ചർ തിങ്സ് ഓൾറെഡി ഞാൻ ഒത്തിരി വലിയ ഫാൻ ആയിരുന്നു. ബട്ട് ദെൻ നെറ്റ്ഫ്ലിക്സിൻ്റെ ബേസിക്കലി ദേ വാണ്ടഡ് ടു ഡു പ്രൊമോഷൻസ് ഇൻ ജപ്പാൻ ഫോർ സ്ട്രേഞ്ചർ തിങ്സ്. ആൻഡ് ഐ തിങ്ക് ഞാൻ റാൻഡം ഒരു സ്റ്റോറി ഇട്ടായിരുന്നു ki how much I love Stranger Things and I'm rewatching Stranger Things and everything. And Netflix then saw this story and they were like they wanted to take me to Japan. Our story conductor ki okay, she's a very big fan of Stranger Things and we should take her. Angare a opportunity kitti, but it was so nice, like as a fan of Stranger Things and meeting them personally and having conversations. And especially our episode, season 5 episode ഒക്കെ കഴിഞ്ഞിട്ട് ഐ എം തിങ്കിങ് ki oh my god, I really met them. ഇപ്പോഴും എനിക്കതൊരു സ്വപ്നം പോലെ, സ്റ്റിൽ ഐ കാൻറ്റ് ബിലീവ് ഇറ്റ്. അങ്ങനെ അവസാനം അവര് സ്റ്റെഫിയുടെ ഫാനായി ആണല്ലേ? yeah, so I think it's all because of you guys. Yeah, that's why. ഇനി എന്തെങ്കിലും അവസരം വരാതിരിക്കുന്നെങ്കിൽ അത് പറഞ്ഞാൽ അവർ കണ്ണുവെച്ച് ഇല്ലാതേക്കുള്ളൂ. എന്തെങ്കിലും പുതിയ അവസരങ്ങളും എല്ലാം വരാനിരിക്കുന്നുണ്ടോ? അങ്ങനെ it's a surprise you will get to know on my stories. സീക്രട്ട് അത് ആണോ? ഓക്കെ ഓക്കെ, സർപ്രൈസ് ആണല്ലേ? ശരി, സ്റ്റോറീസിലെല്ലാം ഞാൻ അപ്ഡേറ്റ് ചെയ്യും. അടിപൊളി. അഫ്രി, അഫ്രി, ഭയങ്കര സന്തോഷം നമ്മളോടൊപ്പം ജോയിൻ ചെയ്തതിൽ. അഫ്രിയുടെ ജീവിതം എടുക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതമായിട്ട് കമ്പാരിസൺ ഞാൻ നടത്താം. അതായത് ഞാൻ എൻജിനീയറിംഗ് പഠിച്ച സ്റ്റുഡൻ്റാണ്. 4 വർഷം കൊണ്ട് പഠിക്കേണ്ട 8 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. ക്ലാപ്പ് പ്ലീസ്. അപ്പോൾ ഈ 4 വർഷം കൊണ്ട് പഠിച്ച എൻജിനീയറിംഗ് ഞാൻ 8 വർഷം എന്ന് വെച്ചാൽ സപ്ലീസൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു എൻജിനീയറായി മാറി. പക്ഷേ അഫ്രിയുടെ ജീവിതത്തിൽ അഫ്രി ഒരു മെഡിസിൻ ഡോക്ടർ സംഭവം, ഡോക്ടർ ആവുന്നു, സ്റ്റൈഫൻഡിൻ്റെ കാര്യം കിട്ടുന്ന കാര്യം പറയുന്നു. പക്ഷെ അതെല്ലാം കളഞ്ഞ് നേരെ കണ്ടൻറ് ക്രിയേറ്ററായിട്ട് മാറുന്നു. ശരിക്കും അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ വീട്ടുകാർ എതിർത്തതും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു? പിന്നെ വീട്ടുകാരെൻ്റെ അടുത്ത് ചോദിക്കും, എന്തിനാ നീ പഠിച്ചത്? +2 കഴിഞ്ഞിട്ട് ഇത് ചെയ്താൽ പോരായിരുന്നു? എന്തിനാ വെറുതെ സമയം കളഞ്ഞത്? എന്തിനാ വെറുതെ ഞങ്ങൾക്ക് പ്രതീക്ഷ തന്നത്? നിനക്ക് ആദ്യം ഇതന്നെ ചെയ്താൽ മതിയായിരുന്നു എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഇപ്പം ഇന്ത്യയിൽ ആസ് എ ഡോക്ടർ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനുള്ള സമയമില്ല. ദാറ്റ് ഇസ് എ റിയാലിറ്റി. സോ വേറെ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പിന്നെ അതിൽ നിന്നൊരു മാറി നിന്നാലേ ഒരു ഓപ്ഷനുള്ളൂ. ഈ ആദ്യം കിട്ടിയ സാലറി അല്ലെങ്കിൽ സ്റ്റൈഫൻഡ് എത്രയായിരുന്നു ആക്ച്വലി? നമുക്ക് കോളേജിൽ നിന്ന് കിട്ടുന്ന ഹൗസ് ഏജൻസിയുടെ സമയത്ത് 7,000 രൂപയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് പോയി ബാംഗ്ലൂരിൽ. അതിൻ്റെയാണ് പറഞ്ഞതൊക്കെ. ബാംഗ്ലൂർ ജോലിക്ക് പോയപ്പോൾ ഞാൻ വലിയൊരു ഹോസ്പിറ്റൽ. എനിക്ക് ഭയങ്കര ആഗ്രഹം പുള്ളിക്കാരിയുടെ ബയോ മൊത്തം എടുക്കാൻ. സ്റ്റൈപ്പൻഡ് സത്യം പറഞ്ഞ ഒരു വെറുതെ ഒരു അലങ്കാരത്തിനുള്ളൊരു പേര് മാത്രമാണ്. സ്റ്റൈപ്പൻഡിൻ്റെ പേരിൽ ആർക്കും ഒന്നും കൊടുക്കാറില്ല. അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി. എക്സ്പോഷർ ഒരു ചെറിയ ക്ലാപ്പ് വന്നു. അതെ, ആർക്കും കൊടുക്കുന്നില്ല. അതുകൊണ്ട് അവർക്ക് ക്ഷീണ, കൈയടിക്കാനൊന്നും വയ്യ. നന്നായും തോന്നുന്നുണ്ടോ ജോലി വിട്ട് ഇങ്ങനെ ഒരു കരിയർ വിട്ട് കണ്ടന്റ് ക്രിയേഷനിലേക്ക് വന്നപ്പോൾ? നന്നായും തോന്നുന്നുണ്ടോ? നന്നായി എന്ന് പറയാൻ പറ്റില്ല, ബിക്കോസ് അതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. പക്ഷേ സാഡ്ലി അതിലൊരു നല്ലൊരു എൻവയൺമെൻറ്റ് ഇല്ല വർക്ക് ചെയ്യാൻ. അതുകൊണ്ട് ഫോഴ്സ് ടു ഡു ദിസ്. പിന്നെ ഇതുള്ളതുകൊണ്ട് സന്തോഷമുണ്ട് ഒബ്വിയസ്ലി. പക്ഷേ
ഫോഴ്സ് ടു ഡു കോണ്ടന്റ് ക്രിയേഷൻ. ഒബ്വിയസ്ലി, കാരണം ഞാൻ ജോലിക്ക് പോകാൻ വേണ്ടി വന്നതാ ബാംഗ്ലൂരിൽ. എന്നിട്ട് അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ ഫുൾ ടൈം കോണ്ടന്റ്. അപ്പോഴാണോ സ്റ്റെഫിയെ പരിചയപ്പെടുന്നത്? അല്ല, സ്റ്റെഫീനെ എനിക്ക് ആദ്യമേ അറിയാം. ഞാൻ സ്റ്റെഫിയുടെ ഫാനായിരുന്നു. എന്നിട്ട് നമ്മള് പണ്ട് മീറ്റ് ചെയ്തു. ആക്ച്വലി 5 വർഷമായിട്ട് എനിക്കറിയാം. സ്റ്റെഫി ആദ്യമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരുമിച്ച്. ഓ, സ്റ്റെഫിയുടെ ഫാനായിരുന്നു. യെസ്. ഓക്കെ ഓക്കെ, നൈസ്. സ്റ്റെഫിയുടെ ഫാൻ ആരല്ലാത്ത എല്ലാവരും സ്റ്റെഫിയുടെ ഫാനാണ്. ഉറപ്പായിട്ടും. സ്റ്റെഫി? യാ. ഓക്കെ. ജോയൽ, പാ ജോയൽ, ആ ഞാൻ എങ്ങനെ വിളിക്കാം? രഞ്ജിത്താണ്. ഇത് ഞാൻ വിളിക്കുന്ന പാജോയൽ. പാജോയൽ ആക്ച്വലി അമ്മയെ വെച്ചിട്ടാണ് ഫുൾ കണ്ടന്റ്. ഓൾമോസ്റ്റ് ഒരു 90-80% അമ്മ കണ്ടന്റാണ് നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത്. വൈ അമ്മ എത്ര ഫ്രീ ആയതുകൊണ്ടാണോ അമ്മയെ വെച്ച് കണ്ടന്റ് ചെയ്താൽ ഇത്രയും പൈസ കിട്ടും, അല്ലെങ്കിൽ അമ്മയെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഫാൻസ് കിട്ടും, അതുകൊണ്ടാണ് അമ്മയെ ചൂസ് ചെയ്തത് നിങ്ങൾ 3 പേരും? അമ്മയാണല്ലോ താരം. ഒരു വീട്ടിലെ താരം എന്ന് പറഞ്ഞാൽ അത് അമ്മയാണ്, സ്ത്രീയാണ്. അപ്പോ കണ്ടന്റും കിട്ടുന്ന അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ. അതുകൊണ്ട് അവർക്ക് ചെയ്യുന്നത്. പപ്പ പിന്നെ പൊതുവെ ഇങ്ങനെ പുള്ളിയെല്ലാം ഇങ്ങനെ നോക്കി ഒബ്സർവ് ചെയ്യണം. മനസ്സിലായി. മമ്മിയെ പുള്ളി അനുവദിക്കണം എല്ലാം ചെയ്യാം. ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ. യെസ്. അപ്പം ഈ റീല് കണ്ടിട്ടാണോ അമ്മ പട്ടി ജോയൽ എന്ന് വിളിക്കാൻ തുടങ്ങിയത്? റീല് കണ്ടിട്ടല്ല, അമ്മ പട്ടി ചോയലെന്ന് വിളിക്കുമായിരുന്നു. അതുകൊണ്ട് അതിൽ കണ്ടന്റ് ആയി. ഓക്കെ ഓക്കെ. വീട്ടിൽ വേറെ പെറ്റ് വല്ലതും ഉണ്ടോ? വീട്ടിലൊരു പണ്ടൊരു പെറ്റുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ പേര് ലൂയിന്നായിരുന്നു. അപ്പൊ ലൂയിന് നമ്മൾ കൊടുക്കുന്ന അതൊന്നും അങ്ങനെ കഴിക്കുകയല്ല. അപ്പൊ കഴിക്കാൻ കൊടുക്കുന്ന ചപ്പാത്തിയും പാലും ഇച്ചിരി അതിനകത്ത് നെയ്യ് വിട്ടുള്ളൂ. ലൂയി അത് കഴിക്കുകയല്ല. കുറച്ച് കഴിയുമ്പോ അത് എനിക്ക് കൊണ്ട് തരുന്നു ഒരു പാത്രത്തിൽ. ഞാനത് പൊന്നുപോലെ കഴിക്കുക. ഭയങ്കര ടേസ്റ്റോടെ. ഞാൻ അതുകൊണ്ട് ചെറുപ്പത്തില് സബ്ജിയൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. മനസ്സിലായി. അതുകൊണ്ടാ അമ്മയ്ക്ക് അതിന്റെ ഓർമ്മയാ. യാ. അപ്പം ഒരു മസിൽ മെമ്മറി ആണല്ലോ. എങ്ങനെയാണ് സ്റ്റെഫി അമ്മയെ ചൂസ് ചെയ്യാൻ തുടങ്ങിയതെന്ന്? മമ്മി ചൂസ് ചെയ്യാൻ ലൈക്ക് ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഈ ലിലി സിംഗ്, ഭുവൻ ബാം ഒക്കെ ഭയങ്കര ഇതായിരുന്നു. ലൈക്ക് ഉണ്ടാക്കുന്ന ലൈക്ക് കോണ്ടന്റ് ഉണ്ടാക്കുന്നതായിരുന്നു. ആൻഡ് സോറി, കോണ്ടന്റ് ഉണ്ടാക്കുന്നതായിരുന്നു. ആൻഡ് ദെൻ ലൈക്ക് അവരോട് ഇൻസ്പയർ ആയിട്ട് ആൻഡ് ദെൻ അഫ്കോഴ്സ് ലൈക്ക് എൻ്റെ മമ്മി ഈസ് ലൈക്ക് ഭയങ്കര സ്ട്രിക്റ്റ്. ഓൺലേക്ക് നീ പള്ളി പോകത്തില്ല, അതില്ല, നീ നരകത്തിലെ മാത്രം പോകത്തുള്ളൂ, ലൈക്ക് ഇങ്ങനെയായിരുന്നു. സോ ലൈക്ക് ഞാൻ അഗൈൻ ലൈക്ക് ഞാൻ ഒരു ദിവസം ശനിയാഴ്ച മമ്മി എന്നോട് പറഞ്ഞു നീ പള്ളി വാ. ആൻഡ് ഐ വാസ് ലൈക്ക് നോ, എനിക്ക് വരണ്ട. ആൻഡ് ദെൻ എന്തൊക്കെയോ തെറികൾ കേൾപ്പിച്ചിട്ട് ഷീ ലെഫ്റ്റ് ജസ്റ്റ്. ആൻഡ് ഐ തോട്ട് okay, I can make this as a content piece. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് മേക്കിംഗ്. അപ്പം ഞാൻ ചുമ്മാ ലൈക്ക് അപ്പത്തെ കോണ്ടന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആഗ്രഹിക്കത്തില്ല. ഓക്കെ, വി വോണ്ട് ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ, ദാറ്റ്സ് വൈ വി ആർ ഡൂയിങ് ദിസ്. അപ്പം ജസ്റ്റ് ഫോർ ഫൺ വി സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ് ഓൺലി. സോ അങ്ങനെ അത് ഇൻസ്പിറേഷൻ എടുത്ത് പിന്നെ സ്ലോലി എവ്രി വൺ സ്റ്റാർട്ടഡ് ലവിങ് ദാറ്റ് വീഡിയോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഐ വാസ് ലൈക്ക് ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി കാരണം കോണ്ടന്റ്. ഓക്കെ. ഇവിടെ ജോയലിന്റെ പപ്പ എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. ഭയങ്കര കുറച്ച്. സ്റ്റെഫിയുടെ പപ്പ എങ്ങനെയായിരുന്നു? My father passed away like 8 years back, so unfortunately he couldn't see me growing like അങ്ങനെ. But I wish he could. അഫ്രീൻ, യെസ്. വൈ അമ്മ കണ്ടന്റ്? പിന്നെ എൻ്റെ വീഡിയോസിൽ ആക്ച്വലി അമ്മ കണ്ടന്റിനേക്കാളും ഞാൻ തുടങ്ങിയത് ബാങ്ക് എംപ്ലോയി, അക്ഷയയിലെ ചേച്ചി, ഓഫീസിലെ ചേച്ചി, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അവരുടെയൊക്കെ സ്വഭാവം കാണുമ്പോൾ നമുക്കിങ്ങനെ ഇവരോടൊന്നും പറയാൻ പറ്റണില്ലല്ലോ, ഇവരെന്ത് ചെയ്യും, അങ്ങനെ ആ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ കോണ്ടന്റ് ചെയ്ത് തുടങ്ങിയത്. ഇപ്പം അക്ഷയ സെന്ററിൽ അങ്ങനെ ഒന്നും പോകാൻ പറ്റാത്ത അവസ്ഥയായി ശരിക്കും. അതെ അല്ല, അവർ കാണുമ്പോൾ തന്നെ അല്ല, ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നതിനേക്കാളും ഒരുപാട് ഇവരെ ബിഹേവിയർ ഒക്കെ ഇപ്പം മാറിയ പോലെ എനിക്ക് തോന്നി ഭയങ്കരമായിട്ട്. ഇപ്പം ഞാൻ പോകുമ്പോൾ അക്ഷയയിലൊക്കെ ഭയങ്കര സ്വിഫ്റ്റ് ആയിട്ട് പേടി. കാരണം അവർക്ക് അടുത്ത ദിവസം അല്ലെങ്കിൽ അന്ന് വൈകിട്ട് കണ്ടന്റ് ഇറങ്ങുമെന്ന് പറയുന്ന പേടി. അതുകൊണ്ടാണ് ഉറപ്പായിട്ടും അത്. പക്ഷെ എൻ്റെ കോളേജിലെ ഓഫീസിൽ ഇപ്പോഴും സെയിം തന്നെയാണ്. ഞാൻ കോഷൻ ഡെപ്പോസിറ്റ് ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു അതൊക്കെ തരാം, ഇടക്കിടക്ക് വിളിക്കണ്ട. കണ്ടന്റ് എപ്പോൾ ഇറങ്ങും നമ്മൾ കാത്തിരിക്കും. വരും, ഉടൻ വരും. താങ്ക് യു സോ മച്ച്. ശരിക്കും ഇപ്പോൾ എത്ര ആൻറ്റീസ് ശരിക്കും, അല്ലെങ്കിൽ എത്ര അമ്മമാർ
നിങ്ങളുടെ ഈ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അയ്യോ നിങ്ങൾ കറക്റ്റാണ് ചെയ്യുന്ന എന്ന് പറയുന്ന DMs എത്രണ്ണം അങ്ങനെ വന്നിട്ടുണ്ടായിരിക്കും? മോൻ മോൻ കറക്റ്റ് എൻ്റെ മോൻ. അങ്ങനെയല്ല ആന്റിമാര് മെസ്സേജ് അയക്കുന്നു. ആന്റിമാര് ഹൈ പോലും പറയാറില്ല. ആന്റി പറയും വണ്ണം കുറയ്ക്കണം, വണ്ണം കുറച്ചാൽ മെടുക്കനാവും, താടി പഠിക്കണം, വൃത്തികേടാ. അങ്ങനെ അപ്പൊ അത് എന്തോ ഒരു ഫ്രീഡം അവർക്ക് തോന്നുന്നുണ്ട്. ഒരു സ്വന്തം മകനെ പോലെയാണെന്ന് ഞാൻ കരുതുന്നു. എത്ര അമ്മമാരല്ലേ കിട്ടിയത്? Lot of mommies. ഇവിടെ എത്ര അമ്മമാരാ ഉള്ളത്? ഒന്ന് കൈവെക്കാമോ? വളരെ Wow. നൈസ് നൈസ്. എന്നൊട്ട് നിങ്ങളുടെ മോനായിട്ട് കരുതുക. Yeah. ധൈര്യമായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. Because we are all the same. ആ ഒരു വ്യത്യാസമില്ല. അവിടെ എങ്ങനെയായിരുന്നു ആക്ച്വലി അങ്ങനെ DMs? എനിക്കും ലൈക്ക് ദേ DM me ലൈക്ക് എൻ്റെ ഇച്ചിരി ലവിങ് ആക്കി, ഓ മോളെ ഇറ്റ്സ് വെരി ഗുഡ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, എൻ്റെ മോൾ ഇതൊക്കെ അയക്കാറുണ്ട് ആൻഡ് ഓൾ. സോ ഇറ്റ്സ് എ ബിറ്റ് ലവിങ് ഫോർ മീ അവർ അയക്കുന്നത്. ബാക്കി ലൈക്ക് ആൻറ്റിമാർ എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ദേ സ്റ്റിൽ ആസ്ക് മീ മോളെ ജോലി ആയില്ലേ, ആൻഡ് ഐ എം ലൈക്ക് ദിസ് ഇസ് മൈ ജോലി. സോ യാ അങ്ങനത്തെ ഇത്. ഇപ്പം അഫ്രി നേരത്തെ പറഞ്ഞായിരുന്നു, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോഴാണ് കണ്ടന്റ് ചിലപ്പോൾ കിട്ടുന്നത്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഭയങ്കര ഒബ്സർവേഷൻ എന്ന് പറയുന്ന സാധനം ഭയങ്കര നമ്മളെ റേഡിയോ ജോക്കി, ഞാൻ റേഡിയോ ജോക്കിയാണ്. അപ്പം ഞാൻ ബസ്സിൽ പോകുമ്പോഴോ വണ്ടിയിൽ പോകുമ്പോൾ ഏതെങ്കിലും ഒരു സംഭവം കണ്ണിൽ എൻ്റെ കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓടിപ്പോയി അവരുടെ ബൈറ്റ് എടുക്കും, ഇന്റർവ്യൂ എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. കണ്ടന്റും അങ്ങനെയാണ്. നമുക്ക് ഏതെങ്കിലും ആരെങ്കിലും റിലേറ്റ് ചെയ്യുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലും വീട്ടിൽ നിന്നാണോ കണ്ടന്റ് എടുക്കാറുള്ളത്, പുറത്തുനിന്നാണോ ആക്ച്വലി? അതായത് വീട്ടിൽ നിന്ന് തന്നെ സാധനം കിട്ടും, കണ്ടന്റ് കിട്ടും എന്ന് പറയുന്ന കാരണം വീട്ടിൽ നിന്ന് കണ്ടന്റ് കിട്ടുമോന്നോ? ഐ മീൻ ഉമ്മ വാപ്പ അവരുടെയൊക്കെ ഈ സംഭവം കാണുമ്പോൾ തന്നെ, അവരുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ഈസി ആയിട്ട് കണ്ടന്റ് കിട്ടുന്നതാണോ, പുറത്തുനിന്നാണോ കൂടുതൽ കണ്ടന്റ് കിട്ടുന്നത്? ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ അക്ഷയ സെന്ററിൽ പോകുമ്പോഴോ ഇങ്ങനത്തെ അനുഭവങ്ങളാകുമ്പോൾ ഏതാണ് ഏറ്റവും ഈസി? എനിക്ക് ആക്ച്വലി പുറത്തത്തെ ആയിരിക്കും കൂടുതൽ, ടീച്ചർ അങ്ങനത്തെ ഒക്കെ ആയിരിക്കും കൂടുതൽ വരിക. കാരണം ഞാൻ എൻ്റെ 2 പേരൻസും വർക്കിംഗ് ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് 10th മുതൽ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പോൾ ഞാൻ അധികം അവരെ അങ്ങനെ കണ്ട് അഡാപ്റ്റ് ചെയ്യാനുള്ള കോണ്ടന്റ് എനിക്കില്ല. പക്ഷെ ഇമാജിനേഷൻ വെച്ച് കുറച്ചൊക്കെ അവരുടെ സ്വഭാവം അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് അവരെ ഞാൻ കോണ്ടന്റ് ആക്കുന്നുണ്ട്. അതല്ലാതെ കൂടുതലും പുറത്തുനിന്നാണ്. ടീച്ചേഴ്സൊക്കെയാണ് കൂടുതലും എനിക്ക് കണ്ട് കോണ്ടന്റ്സ് അങ്ങനെ. മനസ്സിലായി. ഒരുപാട് ടീച്ചർമാരുടെ പ്രാക്സ്. എൻ്റെ മാത്സ് ടീച്ചർ എനിക്ക് മെസ്സേജ് അയച്ച് പറഞ്ഞിരുന്നു. അല്ലല്ല, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ മറക്കണം, എല്ലാം നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്, നീ മാത്സിൽ നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയാം. എല്ലാ സ്റ്റോറിക്കും ഹാർട്ട് അയക്കും മാം. ഞാനിങ്ങനെ ഓക്കെ മാം മതി. താങ്ക് യു മാം. മാം അടിപൊളി. അടിപൊളി. ഇവിടെ സ്റ്റെഫി ആക്ച്വലി ഏതെങ്കിലൊക്കെ കണ്ടന്റ് ഇട്ടിട്ട് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ, അതായത് അയ്യോ ഇത് പണി പാള്, ഇത് ഓണേറെ കയറും എന്ന് പറയുന്ന സാധനത്തിൽ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് 3 പേർക്ക് ഏതെങ്കിലും അനുഭവങ്ങൾ? ഫോർ മീ ഞാൻ ലൈക്ക് ഐ ഡോണ്ട് തിങ്ക് സോ ഞാൻ അങ്ങനെ ഇട്ടിട്ട് ലൈക്ക് ഡിലീറ്റ് ചെയ്യുന്ന മാതിരി വരും. ബിക്കോസ് ഐ ഓൺലി പോസ്റ്റ് കി നല്ല നല്ല മാത്രം എനിക്ക് കോൺഫിഡൻറ്റ് ഉള്ളത് മാത്രം ഞാൻ പോസ്റ്റ് ചെയ്തോളൂ. പിന്നെ ഇത് വീഡിയോയുടെ അകത്ത് ഇറ്റ്സ് ലൈക്ക് ചിലവർക്ക് ലൈക്ക് ഇങ്ങനെ അല്ല സംഭവിക്കുന്നത്, അങ്ങനെ അല്ല സംഭവിക്കുന്നത്. സോ ഐ ടേക്ക് ഇറ്റ് വെരി ഫൺ വേ കി ഗുഡ് ഓൺലി യു ആർ കോമെൻറ്റിങ്, നല്ല എനിക്ക് നല്ല റീച്ച് കിട്ടും, സോ ഇറ്റ്സ് ഗുഡ് ഓൺലി. പക്ഷേ യാ ഐ ഫീൽ സോറി, ഞാൻ ക്വസ്റ്റ്യൻ മറന്നുപോയി. സോ സോറി. കണ്ടന്റ് ഡിലീറ്റ് ചെയ്യേണ്ട അവസ്ഥ, അതായത് പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യാൻ. ഓഫ് കോഴ്സ് നോ, ലൈക്ക് ഇറ്റ്സ് ഈസി ഫോർ മീ. ലൈക്ക് എനിക്ക് അങ്ങനെ പ്രശ്നമൊന്നും അമ്മ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഐ നെവർ റിഗ്രറ്റ് പോസ്റ്റിംഗ് എനി ലൈക്ക് സോറി പോസ്റ്റിംഗ് സംതിങ് ആൻഡ് ദെൻ റിഗ്രറ്റിംഗ് ഇറ്റ്. സോ ഐ ആം വെരി കോൺഫിഡന്റ് ഇൻ ദാറ്റ്. ഞാൻ ക്യാപ്ഷൻ ഇടാൻ മറന്നു. അപ്പോൾ അത് ഇപ്പോൾ എഡിറ്റ് ഫീച്ചർ ഉണ്ട്, പണ്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു വട്ടം ഡിലീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അയ്യോ ജോലി ഇതിട്ടില്ല അതിട്ടില്ല എന്ന് പറഞ്ഞ് എൻ്റെ ചിലപ്പോൾ എൻ്റെ മാനേജ്മെന്റ് വിളിക്കും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ വന്നിട്ടുള്ളൂ. അല്ലാതെ ഒരു സാധനം ക്വസ്റ്റ്യനബിൾ, കാരണം അമ്മമാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആരും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു.
ശരി I want to know about Afri. Like, ഇല്ല എനിക്ക് അങ്ങനെ കോണ്ടന്റിൽ ഉണ്ടായിട്ടില്ല, പക്ഷെ ഞാൻ സ്റ്റോറിയിൽ കുറേ മണ്ടത്തരം വിളിച്ചു പറയും. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ ചേച്ചി ആ പറഞ്ഞത് ശരിയായില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അയ്യോ എന്നൊക്കെ ഡെലിറ്റ് അങ്ങനെ ചെയ്യാറുണ്ട്. but I think that's a part of it. Like, ഇത് നിർബന്ധമല്ല നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ everyone will accept that thing. So I think that's a part of being a content creator. Like, not everyone will agree to everything. Yeah. It's a free space. Yeah. So you shouldn't be having to like think Yeah. that way. അയ്യോ ഞാനിത് ഇട്ടത് ശരിയായില്ല, Yeah. ഡിലീറ്റ് It's ചെയ്തതാണ്. just your random thought. Actually, നമ്മൾ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒത്തിരി അങ്ങ് ചിന്തിച്ചിട്ട് ഇടത്തില്ല. നമ്മളങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കുറെ ചിന്തിച്ചിട്ട് ഇത് ചെയ്യണമായിരുന്നെങ്കിൽ നമ്മൾ ഇത് ഒരിക്കലും ചെയ്യല്ല. Yes. So yeah, just do it. ഇടയ്ക്ക് പറഞ്ഞു അത് പറഞ്ഞത് ഇങ്ങനെ ആയിപ്പോ അതെന്തിനാ എങ്ങനെ ഡ്യൂഡ് we never thought what we are saying, we just posted a story, that's it, it's just a random story. So yeah. നിങ്ങളെല്ലാം എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? അഫ്രി എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഞാൻ കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ വെറുതെ കുത്തിയിരുന്നപ്പോൾ തുടങ്ങിയതാ. പക്ഷേ പിന്നെ എനിക്ക് പഠിക്കാനും എക്സാം ഇൻറ്റേൺഷിപ്പ് ഒക്കെ വന്നപ്പോൾ അങ്ങനെ ഞാൻ വല്ലപ്പോഴും ഇടാറുണ്ടായിരുന്നു. അപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു ഇയർ ആയിട്ടുള്ളൂ. അതല്ലാതെ അപ്പം തുടങ്ങിയത് 5 years. ഇവിടെ എങ്ങനെ സ്റ്റെഫി 5 ഇത് ഞാനും എല്ലാവർക്കും തോന്നുന്നത് ഞാൻ കോവിഡിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ബട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 2019. അത് ഇടയ്ക്ക് മാത്രം ഇങ്ങനെ ഇടുമായിരുന്നു. എന്നിട്ട് ലൈക്ക് ആഫ്റ്റർ ഞാൻ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുമായിരുന്നു ജീവിതത്തിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട്. ലൈക്ക് 2021-22 ലൈക്ക് ജോബ് ചെയ്യുമായിരുന്നു. ആൻഡ് ദെൻ ഐ വാസ് ലൈക്ക് ഓക്കെ ഇനി okay, so basically I wanted to go to UK and study, but my boyfriend was like ഞാൻ വരത്തില്ല നീ പൊക്കോ. So I was like pranayam aisa wala sambhavam okke nadakkuvarunnu. And then I actually explored content creation. ഞാൻ ഓർത്തു എല്ലാ ദിവസവും ഇനി ഇടാൻ തുടങ്ങാം ചുമ്മാ വൈബിന് വേണ്ടി, just for the vibe started അങ്ങനെ. And it's been like 5 years. ജോയൽ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ജോയൽ ഇതിലൊന്നും ബന്ധമില്ലാത്ത ഒരാളായിരുന്നു, സാധാരണ ഒരു മനുഷ്യൻ, അതൊരു ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്തോ കമ്പനിയിൽ, ആഡ് കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2021 കോവിഡ് ടൈമിലാണ്. ഞാൻ ഇപ്പോഴും സാധാരണ ഒരു മനുഷ്യനാണ്. ആണോ? അല്ലേ? ജോയൽ സീരിയസ് ആയിട്ട് ഞാൻ ബ്രോ 5 വർഷമായി. 2021 ജാനുവരി തുടങ്ങിയത്. അപ്പോൾ ജോലിയുടെ കൂടെ തന്നെ ഇത് ചെയ്യാൻ തുടങ്ങി. ഇത് ഇങ്ങനെ അഭിനയം എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളിൽ ഉള്ള ഒരു കാര്യമാണ്. പണ്ട് തൊട്ട് സ്കൂളിൽ ബാക്ക് ബെഞ്ചിലിരുന്ന ടീച്ചർമാരെ കാണിക്കുക. അതുണ്ടായിരുന്നു. പിന്നെ മമ്മിയെ പണ്ട് തൊട്ട് ഇങ്ങനെ കളിയാക്കും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ മമ്മി ഇങ്ങനെ ചോദിച്ചു, നിനക്കിത് വീട്ടിൽ എന്നെ കളിയാക്കിയാൽ പോരാ, നാട്ടുകാരെ മൊത്തം ഇപ്പോൾ നീ എന്നെ പറ്റി പറഞ്ഞ് നടക്കുവാ, നീ നിനക്ക് നല്ലതൊന്നും ഞാൻ കണ്ടു നല്ലതൊന്നും നീ പറഞ്ഞിട്ടില്ല ഇതുവരെ. ഞാൻ ഈ കാണിക്കുന്ന ഓരോ നിന്നെ തെറി പറയുന്ന നീ കൂടുതലും അതിനകത്ത് ഇട്ടേക്കുന്നത്. എന്നെ ഒരു ദിവസം ഫോണിൽ കൂടെ സോളി ആൻറ്റിയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഹെഡി മൊത്തം ശരിയടി, ഉള്ള അടിയല്ല എല്ലാം ഉള്ള അടി, നമ്മളങ്ങനെ അടി. പക്ഷെ നമ്മളോട് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സ്റ്റെഫിയുടെ ഒരു റീൽ ഭയങ്കര വൈറലാണ്. ഓൾമോസ്റ്റ് എല്ലാം റീലും വൈറലാണ്. പക്ഷേ ഇതിൽ എനിക്ക് ഭയങ്കര ക്യാച്ചിങ് ആയിട്ടുള്ളൊരു സാധനം, സ്റ്റെഫി കല്യാണം കഴിയുന്നതിന് മുന്നേ അമ്മ പറയും, കല്യാണം കഴിഞ്ഞിട്ട് അല്ലേ എത്ര പേര് ഇനി ഞാൻ ഉണ്ടാകും, നിങ്ങൾ എന്താ പറഞ്ഞ ഈ ഷോർട്സ് ഇട്ട് നടക്കില്ല, എന്റെ കേട്ടൊരു പ്രശ്നമില്ല, ശരിക്കും നടക്കും. കെട്ടിയവന്റെ മുന്നേ വെച്ചിട്ടാണ് ഈ റീലുകളൊക്കെ ചെയ്യുന്നത്. ശരിക്കും അമ്മ കല്യാണത്തിന് മുന്നേ അമ്മ പറഞ്ഞ കാര്യം ഈ കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. കെട്ടിയോൻ പേടിച്ചിട്ടാണോ ഒന്നും മിണ്ടാത്തത്? ഐ മീൻ കെട്ടിയോൻ പേടിച്ചിട്ടാണോ? ഐ മീൻ ഇത് ഇനി കണ്ടന്റ് ആവുമെന്നൊരു പേടി. അതായത് ഭർത്താവിന് ഭയങ്കര പേടിയുണ്ടോ? ആക്ച്വലി അല്ല, ഭർത്താവിന് പേടിയുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടന്റ് റീൽ ആവുമോ? അതായത് ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഭർത്താവിന് വെച്ച് റീൽ ചെയ്യും. ആക്ച്വലി നിങ്ങൾക്ക് അവരുടെ കെമിസ്ട്രി അറിയാത്തോണ്ട് അവര് ഭയങ്കര അടിപൊളി കപ്പിളാണ്, അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. ഭയങ്കര എപ്പോഴെങ്കിലും ചെയ്തിട്ടുണ്ടോ ഹസ്ബൻഡിന് വെച്ച് റീൽ? അങ്ങനെ ചെയ്തിട്ടുണ്ടോ? കല്യാണം കഴിഞ്ഞതിന് ശേഷം very chill about it. Like he is the good only. I will also be famous. You do it. So yeah. എപ്പോഴാണ് ശരിക്കും റീല് ചെയ്യുമ്പോഴാണ് നിങ്ങൾ ഫ്രീ ആവുന്നത്? ആക്ച്വലി അതായത് ഒരു ഫ്രീ ടൈം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അത് റീല് ചെയ്യുമ്പോഴാണ് ആ ഫ്രീ ടൈം കിട്ടും പോലെ തോന്നുന്നത്. അതായത് ഒരു റീൽ ഇന്ന് ചെയ്യാം, ഞാൻ ഭയങ്കര എനർജി ആവുന്നത്, അങ്ങനത്തെ ഒരു സാധനം ഫ്രീ? ആക്ച്വലി റീല് ചെയ്യുന്ന കുറച്ച് അത്യാവശ്യം പണിയുണ്ട്. നമുക്കിപ്പോൾ ഒരു
സിമ്പിൾ ടാസ്ക് പോലെ അല്ല. like a job, bro. യാ It's ഇറ്റ്സ് like any ആക്ച്വലി other ലൈക്ക് എ job. ജോബ്. It's a job, yeah. നല്ല ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് അത്ര ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല, കാരണം ഞാൻ ചുമ്മാ ഫണ്ടിന് വേണ്ടി ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പം അത് നമ്മൾ ഡെയിലി ചെയ്യുക, ഡെയിലി കോണ്ടന്റ് സ്ക്രിപ്റ്റ് ചെയ്യണം, ആക്ട് ചെയ്യണം, എഡിറ്റ് ചെയ്യണം, യൂട്യൂബ് ഉണ്ടെങ്കിൽ അത് ചെയ്യണം. അപ്പോൾ കുറച്ച് ഒരു ജോബ് I പോലെ. think there is a kind of, സ്നേഹം yeah, please. നമുക്ക് കിട്ടുമ്പോൾ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇറ്റ് ബിക്കംസ് എ ജോബ് ഓൾസോ. Yeah, there is a pressure also ki okay ആദ്യം ഒക്കെ again as I told ki ആദ്യം it was ki okay ഫണ്ണിന് വേണ്ടി ചെയ്യുക നമ്മൾ, ഇറ്റ്സ് ലൈക്ക് ഇങ്ങനെ ചുമ്മാ ചെയ്യുന്ന രീതി. ബട്ട് ഇപ്പം വിത്ത് ടൈം വി ആർ എ ഫുൾ ടൈം കോണ്ടന്റ് ക്രിയേറ്റർ. അപ്പോൾ തൊട്ട് ki okay there is a sense of like okay since everyone feels ki ഒരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് they will feel happy like whenever they are sad and everything, so there is sense of ഒരു what ki responsibility type, okay we have to make it, we have to make them happy or feel good അങ്ങനെ. സോ ഇച്ചിരി പ്രഷറുണ്ട്. ഓക്കെ, നിങ്ങളെല്ലാവരും മോസ്റ്റ്ലി ആക്റ്റീവ് ഓൺ ഇൻസ്റ്റഗ്രാം ആണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് യൂട്യൂബിനൊക്കെ പ്രിഫറൻസ് കൊടുക്കുന്നതെന്ന് തോന്നുന്നു. ഇൻസ്റ്റഗ്രാമിൽ അല്ലെങ്കിൽ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കുന്നപ്പോൾ ഇപ്പം സോഷ്യൽ മീഡിയ ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ 2ഉം 3ഉം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ വരേണ്ട മാറ്റം ഇനി എന്താണ്? ഒരു ഫീച്ചർ വന്നാൽ കൊള്ളാം, നമുക്ക് അപ്ഡേറ്റഡ് ആയാൽ കൊള്ളാം, അങ്ങനത്തെ ഒരു ഫീച്ചർ വരണമെങ്കിൽ അത് എന്തായിരിക്കും, എന്താവണം എന്നാണ് ആഗ്രഹം? ഐ തിങ്ക് കമൻസ് കുറച്ച് റെസ്പെക്ട്ഫുൾ ആവണം. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്തൊക്കെയോ പറയാണ്. അപ്പം അത് ഇൻ എ ഫോം അതൊരു ബുള്ളിയിങ് ആണ്, വേറൊരാളുടെ മെൻ്റൽ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്കാണെങ്കിലും 100 നല്ല കോമൻസ് വന്നാലും ഒരാളുടെ എന്തെങ്കിലും ഒരു മോശം കോമൻറ്റ് കാണുമ്പോൾ അത് നമ്മളെ എഫക്റ്റ് ചെയ്യും, ഡെഫിനറ്റ്ലി എഫക്റ്റ് ചെയ്യും. അല്ല, ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉള്ള ഇപ്പം അത് കണ്ട് വരുമ്പോൾ അതിൽ ഇല്ല ഒരിക്കലും ഇല്ല. അത് എപ്പോഴും അതൊരു നമുക്കൊരു ഒരാൾ നമ്മളിങ്ങനെ പറഞ്ഞു, ഒരാൾ നമ്മളെ ഒരു ബാഡ് ഇത് പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു വിഷമമാവും. അപ്പോൾ ഐ ഫീൽ ലൈക്ക് അത് കുറച്ച് ഒന്ന് എന്തെങ്കിലും ഒരു നല്ലൊരു റെസ്ട്രിക്ഷൻ വരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഹെൽത്തി ആയിട്ടുള്ള കോമൻറ്റ് സെക്ഷൻ. ഇപ്പം ക്രിറ്റിസിസം ഇസ് ഫൈൻ, നല്ല രീതിയിൽ എന്നെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. ഇന്ന കാര്യങ്ങൾ ഇങ്ങനെ തോന്നി, വേറെ ഒന്നും വിചാരിക്കരുതെന്ന് പറയുമ്പോൾ ഐ എം വെരി ഹാപ്പി അങ്ങനത്തെ. പക്ഷേ നമ്മളങ്ങോട്ട് അടച്ചാക്ഷേപിച്ച് ചീത്ത പറഞ്ഞൊക്കെ ഓരോന്ന് അയക്കുമ്പം ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഐ ഫീൽ ലൈക്ക് ഇപ്പം നമുക്കൊക്കെ എന്ന് പറഞ്ഞാൽ വി ക്യാൻ ടോളറേറ്റ്. ചില ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ ഓരോരുത്തരുടെ മെൻ്റൽ ഹെൽത്ത് ഡിഫറെൻ്റ് ആവുമല്ലോ. അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഐ ഫീൽ ലൈക്ക് വരണം. ഇപ്പം നമ്മുടെ കാര്യത്തിൽ മാത്രമല്ല, ആരെന്ത് പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ അടിയിൽ പോയിട്ട് എന്ത് വേണേലും വിളിച്ച് പറയാം ആൾക്കാർ, ഇവൻ അങ്ങനെ ഇതാ ഇവള് ഇതെന്നൊക്കെ. കുറച്ച് അത് എനിക്കൊരു എന്തെങ്കിലും പോലീസ് സ്റ്റേഷൻ അങ്ങനെ എന്തെങ്കിലും നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ടോ അങ്ങനത്തെ കമന്റ്സിന്? ഇല്ല അങ്ങനത്തെ നമുക്ക് അത്ര പ്രശ്നമൊന്നും വന്നിട്ട്. നമ്മൾ അങ്ങനത്തെ ഒരു കോമഡി ഇതാവുമ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയതുകൊണ്ട് അത്രയില്ല. പക്ഷെ ഞാൻ ജനറലി പറയാണ്, സോഷ്യൽ മീഡിയ ഓബ്വിയസ്ലി ഭയങ്കര വൈഡ് ഒരു സംഭവമാണ്. അപ്പം കുറച്ച് ഈ ഒരു കാര്യം ആൾക്കാരിലേക്ക് ഐ തിങ്ക് ഇൻസ്റ്റഗ്രാമിന് അത് ചെയ്യണം, ഒരു കോമെന്റ് റെസ്ട്രിക്ഷൻ, ഇങ്ങനെ ഹെൽത്തി ആയിട്ടുള്ളൊരു സംഭവം. അങ്ങനത്തെ ഒരു ഫീച്ചർ വന്നാൽ കൊള്ളാം. അങ്ങനെ വന്നാൽ കൊള്ളാം. ശരി, I think same അങ്ങനെ for ഒരു me. ചെറിയൊരു കമന്റ് സെക്ഷനിൽ ആദ്യം ഒരു ഇൻസ്റ്റാഗ്രാം ഒരു മെസ്സേജ് ഇടുന്നുണ്ട്, ഒരു വേർഡ് exactly, വേണമെങ്കിൽ exactly. പ്ലീസ് ബി Respectful. അതിന്റെ താഴെ എടാ പട്ടി എന്നൊക്കെ ആൾക്കാർ. ജോയലിന്റെ ഏറ്റവും നെഗറ്റീവ്സ് എങ്ങനെയൊക്കെ നെഗറ്റീവ്സ് വരുന്നത്? നെഗറ്റീവ്സ് എൻ്റെ അമ്മയെ പറഞ്ഞടാ എന്ന് പറഞ്ഞ ആ രീതിയിൽ അങ്ങനെ വല്ല കമന്റ്സ് ആണോ? അമ്മയെ പറയുന്നടാ, അമ്മയെ കളിയാക്കുന്നടാ എന്നൊക്കെ പറയുന്ന സംഭവം ഇല്ല, അങ്ങനെ നെഗറ്റീവായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇല്ല, എല്ലാരും നല്ല രീതിയിലാണ്. കണ്ണു വെച്ചോ, ഇന്ന് വീട്ടിൽ പോകുമ്പോൾ ഒരു 40 കമന്റ് ഫ്ലിക്ക് അങ്ങനെ നെഗറ്റീവ് വന്നു അല്ല, കഴിഞ്ഞാൽ ഈ പട്ടി ജോയലേ എന്നല്ലാതെ വേറെ ഒന്നുമില്ല. ഇല്ല, ഓക്കെ, അത് മതിയല്ലോ, മതി. അപ്പം എന്തെങ്കിലും ഒരു ഫീച്ചർ വരണമെന്ന് ആഗ്രഹമുണ്ടോ? എന്തെങ്കിലും ഒരു മാറ്റം, ഇന്നൊരു ഫീച്ചർ? ചില റീല് മമ്മി കാണാതിരിക്കുവാണെങ്കിൽ കൊള്ളായിരുന്നു. നമ്മളെ കുറച്ച് അടിച്ചു പൊളിക്കാനൊക്കെ ഈസി വേ പറഞ്ഞുതരാം. അതിൽ ബ്ലോക്ക് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ബ്ലോക്ക് ആ, അങ്ങനെ അമ്മയെ ബ്ലോക്ക്, അത് പെർമനന്റ് ആയി പോകുമല്ലോ. അന്നേരം മമ്മി ഇടയ്ക്കിടയ്ക്ക് അമ്മയ്ക്ക് കാണുകയും ചെയ്യണം. മമ്മി പെട്ടെന്ന് ഫോൺ ചെയ്യും, എന്നാടാ നീ ഇപ്പൊ ഒന്നും ഇടുന്നില്ലേടാ ജോയലെ, നിന്റെ ഒന്നും കാണുന്നില്ലല്ലോ. ആ സാധനം വരും. ഓക്കെ, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. ഇല്ല, അപ്പൊ അങ്ങനത്തെ ഒരു ഫീച്ചർ അമ്മയ്ക്ക് ഇടയ്ക്ക് കണ്ടാൽ മതി, അങ്ങനെ ഒരു സാധനം അല്ലേ? ഓക്കെ. ഞാൻ ഇപ്പോഴും മമ്മീനെ ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബിക്കോസ് ഇറ്റ്സ് വെരി ഓക്വേർഡ്. ആൻഡ് മമ്മി ചേച്ചി എനിക്കൊന്നും അറിയില്ല, ചേച്ചി ഇവളെന്നാ കാണിക്കുന്നത് എനിക്കറിയില്ല, ഇവളെന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കോ അല്ലേ അതിന്. സോ ഷീ ഈസ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഇച്ചിരി പേടി ഇൻ ദ സെൻസ് ഇത് വെരി ഓക്വേർഡ് ഇതാവും എനിക്ക്. ഐ ആം ലൈക്ക് ആക്ടിങ് ഹർ ഔട്ട് അങ്ങനെ. ബട്ട് യാ ചേഞ്ചസ് ആഫ്രി പറഞ്ഞ പോലെ സെയിം കി ലൈക്ക് ഇച്ചിരി യുനോ it's like it's yeah, healthy conversations and
sometimes people comment like they know you personally, like ജീവിതത്തിൽ തന്നെ ജസ്റ്റ് ലൈക്ക് വിൽ ലിവ് വിത്ത് ദം അങ്ങനെ. സോ ദേ കോമെന്റ് കി ഓ ഇവള് ഇങ്ങനെ ഡ്യൂഡ് യു ഡോണ്ട് നോ മീ, സോ ഹൗ കെൻ യു സത്യം പറഞ്ഞാൽ അത് എഫക്റ്റ് അങ്ങനെ ആവത്തില്ല. ബട്ട് ഐ തിങ്ക് ഇൻ ടേംസ് ഓഫ് വെൻ സമ്മൺ എൽസ് സീസ് ദാറ്റ് മേ ബി ദേ വിൽ ജഡ്ജ് us in a certain way ki oh she is like that അങ്ങനെ ആയിട്ട് നമുക്കങ്ങനെ എഫക്റ്റ് ആവത്തില്ല. ബട്ട് ഐ തിങ്ക് ഇച്ചിരി ഒന്ന് ഇച്ചിരി ഹെൽത്തി ആയിരിക്കണം. ബി വാട്ട് ഇസ് ദ റൈറ്റ് വേർഡ് ടു കോൾ ഇറ്റ്, ഇച്ചിരി റെസ്പെക്ട്ഫുൾ ആൻഡ് what do we call that? അതന്നെ റെസ്പെക്ട്ഫുൾ ആൻഡ് ഹെൽത്തി comments. ജെന്റിൽ ഇച്ചിരി ജെന്റിൽ ആയിരിക്കണം. ഡോണ്ട് ബി ഹാർഷ് സോ മച്ച് കി ഓ നീ ഇങ്ങനെയാ ഇങ്ങനെ പറഞ്ഞിട്ട്. സം വീഡിയോസ് ഐ സീ ലൈക്ക് ദേ സ്റ്റാർട്ട് വിത്ത് എ theory only. Like some people do it wrong, okay it's fine, but you can അത് അവിടെ അത് ഡിലീറ്റ് ചെയ്യോ പെട്ടെന്ന്, അതോ അവിടെ തന്നെ ഇട്ടേക്കോ അങ്ങനെ കമന്റ്? ഞാൻ ഡിലീറ്റ് ഒന്നും ചെയ്യത്തില്ല, ബിക്കോസ് ഐ നോ പീപ്പിൾ വിൽ, ബുദ്ധിയുള്ള ആൾക്കാർ വിൽ ജഡ്ജ് ദം. സോ ഞാൻ അങ്ങനെ ഡിലീറ്റ് ചെയ്തില്ല. ബട്ട് എനി ഇഷ്യൂ എടുത്തു കഴിഞ്ഞാലും സം പീപ്പിൾ മേക്ക് വീഡിയോസ് വെരി ലൈക്ക് നേരിട്ട് തെറി പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഐ ഡോണ്ട് അപ്രിഷിയേറ്റ് ദാറ്റ് മച്ച് ആ സംഭവം. ഓക്കെ ഇഫ് ഇറ്റ് ഈസ് റോങ് ഇറ്റ്സ് റോങ്, ഓഫ് കോഴ്സ് യു ക്യാൻ സേ ഇറ്റ് ഇൻ എ നൈസ് വേ ഓഫ് കോഴ്സ്. ലൈക്ക് ഭയങ്കര തറയായിട്ട് ഐ പേഴ്സണലി ഡോണ്ട് അപ്രിഷിയേറ്റ് ദാറ്റ് തിങ്, ഭയങ്കര തറയായിട്ട് സംസാരിക്കുന്നത് വല്ല സംഭവം. ഓക്കെ, ഇനി നിങ്ങളുടെ കൊളാബ് ഭയങ്കര സംഭവമാണ് ആക്ച്വലി. ഇപ്പോൾ അത്യാവശ്യം ഫോളോവേഴ്സ് ഉള്ള ഒരു ടീമിനുമായിട്ട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു കൊളാബ് വരാമെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അത് നെറ്റ്ഫ്ലിക്സ് എന്തും ആവാം, ആരും ആവാം, ചില ഫ്രണ്ട് ആവാം, ഫ്രണ്ട് നല്ലൊരു വ്യൂസും അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള ഈ കൊളാബ് ജോയിൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും ആരുമായിട്ടെങ്കിലും ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആയിട്ട് ഒരു കൊളാബ് വന്നിട്ടുണ്ട്? ഞാൻ അഫ്രീ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ സ്റ്റെഫി ആയിട്ട് പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയാ മെസ്സേജ് അയച്ച ആ ടൈമിൽ എന്താ മെസ്സേജ് അത് പെട്ടെന്ന് തന്നെ അവർ അപ്രൂവ് ചെയ്തു? അത് ആക്ച്വലി നമുക്ക് ചെയ്യാം, കുഴപ്പമില്ല. എന്തെങ്കിലും തടസ്സങ്ങൾ വല്ലതും ഉണ്ടായിരുന്നോ? തടസ്സങ്ങള് അല്ല അവർ അക്സെപ്റ്റ് ചെയ്ത് മടിയുണ്ട്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. നിങ്ങളിപ്പോൾ റീസെൻ്റ് ആയിട്ട് കുറേ കൊളാബ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ചെയ്ത ബാംഗ്ലൂർ വെച്ചിട്ട് 2-3 കണ്ടന്റ്സ് കണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഈ കൊളാബ് എങ്ങനെയാണ് നിങ്ങൾ ഫ്യൂച്ചറിൽ കാണുന്നത്? എങ്ങനെയാണ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ? ആക്ച്വലി കൊളാബ് ആണ് ഏറ്റവും ബെറ്റർ വേ. എൻജോയ് ചെയ്യും കൂടുതൽ. ലൈക്ക് ഇങ്ങനെ വീഡിയോ സ്റ്റെഫിക്ക് ഭയങ്കര എൻജോയ്മെന്റ്. സ്റ്റെഫിക്ക് ഓ ഐ ആം സോ എക്സൈറ്റഡ്, വി ആർ ഡൂയിങ് എ കൊളാബ്. ഐ ലവ് ഇറ്റ്. ഇവരുടെ കൊളാബ് ഇപ്പോൾ കത്തി നിൽക്കുവോ സീനാ ഇവരുടെ കൊളാബ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ബിക്കോസ് ഇറ്റ്സ് സംതിങ് ഐ വെരി മച്ച് ലവ് ഡൂയിങ്. ആണായിട്ടും സ്റ്റെഫി പെണ്ണായിട്ടും ഗേൾഫ്രണ്ട് ബോയ്ഫ്രണ്ട്, അതില് ആണിനെ കാണുമ്പോ അത് പെണ്ണായിട്ട് തോന്നത്തേ ഇല്ല, അത് അഫ്രിയാന്ന് പറയത്തേ ഇല്ല. ഭയങ്കര ഒരു ആണാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെയ്യുന്നത്, ലൈക്ക് ആഫ്രിയും ഞാനുമായിട്ട് ചെയ്യുന്നത്. പിന്നെ ആക്ച്വലി നമ്മൾ ചെയ്യുമ്പോൾ ആ പ്രോസസ്സും ഭയങ്കര ഫണ്ണാ. ഞാൻ താമസിക്കുന്ന അവിടേക്ക് അവൾ വരിക, അപ്പം അവിടെ നമ്മുടെ വേറെ ഫ്രണ്ട്സും ഉണ്ട്. അപ്പം എല്ലാവരും കൂടി ഇങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മൾ ഷോട്ട് എടുത്തോണ്ടിരിക്കുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആയിരിക്കും. നമ്മൾ ആക്ട് ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴേക്കും ഇവരൊക്കെ ചിരിക്കും. അപ്പം നമുക്ക് ഭയങ്കര ഹാപ്പിയാവും. അത് ആ ഒരു പ്രോസസ്സ് ഭയങ്കര എൻജോയ്മെന്റ്. ഫൺ പ്രോസസ് ആക്ച്വലി. ആക്ച്വലി ഇപ്പം ഫീഡ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫീഡിനെ പറ്റി പറയാം. എൻ്റെ ഫീഡിനെ പറയാനില്ല, ഞാൻ പറയാനും ആഗ്രഹിക്കുന്നില്ല. ഇപ്പം അത് വേണ്ട, വെറുതെ കളഞ്ഞേ. അല്ല വേണ്ട, എന്തിനാ ജോയിലേ? ശരി. നിങ്ങളുടെ ഫീഡ് എടുക്കുമ്പോൾ, ഇൻസ്റ്റഗ്രാം ഫീഡ് എടുക്കുമ്പോൾ എന്ത് ഐറ്റംസ് ആണ് അല്ലെങ്കിൽ എന്ത് കണ്ടന്റ്സ് ആണ് കൂടുതലും വരാറുള്ളത്? ഒന്ന് പറഞ്ഞുതരോ? അഫ്രിയൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ സ്റ്റെഫി സണ്ണിയുടെ ഫീഡിലൊക്കെ മീൻസ് കോമഡി കണ്ടന്റ്സ് ആണോ കൂടുതലും? ഇതേ റിലേറ്റഡ് കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് ആണോ വരുന്നത്? എന്താണ് നിങ്ങളെ കൂടുതൽ? എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാമിന് ഒരു അൽഗോറിതം ഉണ്ട്. നമ്മൾ ആ സമയത്ത് എന്തിലാണോ ഇൻട്രസ്റ്റ് കാണിക്കുക ആ സാധനമായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ കാണിക്കുക. ഇപ്പം ഞാൻ എൻ്റെ ഹെയർ കളർ ഇപ്പം അടുത്ത് ചെയ്തുള്ളൂ. ഇപ്പം ഞാൻ അതിന് കുറേ ഹെയർ കളർ വീഡിയോസ് ഇങ്ങനെ കാണുമായിരുന്നു. പിന്നെ നോക്കുമ്പോൾ ഫുൾ ഹെയർ കളർ വീഡിയോ മാത്രം. പിന്നെ ഇപ്പം ഏതെങ്കിലും ഒരു സാധനമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അതന്നെ വന്നുകൊണ്ടിരിക്കും റിപ്പീറ്റഡ്ലി. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ടോപ്പിക് ഒന്നും ഇല്ല. ഇവിടെ എങ്ങനെയാ? ഞാൻ വാച്ച് of course comedy videos I watch, പക്ഷേ you know what, it's very weird to say but I love watching cringe stuff, like ചുമ്മാ cringe watching, you know. ഇപ്പം ഒരു അതേടാ ഞാൻ മഞ്ജുടെ പെണ്ണാ, ചങ്കൂറ്റോടാ എനിക്ക് ചങ്കൂറ്റും. So I don't know but I actually love enjoying watching that cringe stuff. കുറേ ഇങ്ങനെ
ഈസി വാച്ച് ആണ് അത്. Yeah, easy watch. It's nothing like brain ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. It's nothing very like intelligent kind of thing, just random thing. I think ഞാൻ ഇപ്പോഴാ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ റിയലൈസ് ആക്കിയത് I watched that thing. I think I should stop that. എങ്ങനെയാ ലൈഫിൽ നമ്മൾ അല്ലെങ്കിലും ഒരുപാട് ബുദ്ധി ഉപയോഗിക്കുന്നുണ്ട്. Yeah. അപ്പൊ നമ്മൾ ഈ കണ്ടന്റ് കാണുമ്പോഴെങ്കിലും ബുദ്ധി ഉപയോഗിക്കാതെ Yeah. ബ്രെയിൻ റോട്ട് സംഭവം കാണും. Brain rot, yeah. ഈയിടെ ഞാൻ കണ്ടത് ഒരു വെസ്റ്റ് ബംഗാളിലെ ഒരു ചേട്ടൻ ഒരു തബലയും വെച്ചുകൊണ്ട് ദിന ദിൻ ദിൻ തന്നെ തന്നെ ദിന ദിൻ ദിൻ അങ്ങനെ ഒരു പാട്ട് അതാണ് അതിന് പുള്ളിയുടെ വീഡിയോയിൽ ഐ തിങ്ക് 1,35,000 കമന്റ്സ് ഉണ്ടായിരുന്നു. Yeah. എനിക്കിപ്പോ അതില് എന്താ മെയിൻലി എല്ലാം ജിപ്സ് ആണ്. ആ ട്യൂണില് ഓരോ ഡാൻസ് ചെയ്യുന്ന അത് എനിക്ക് കൂടുതൽ വരുന്ന മറ്റേ ഈ ഫുഡ് സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാക്കുന്ന സംഭവം അതിൽ ഇങ്ങനെ റെഡ് ബുൾ ഒഴിച്ചിട്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് അങ്ങനെ സ്ക്രാമ്പിൾ എഗ് ഹെലികോപ്റ്റർ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞ് കറക്റ്റ് അങ്ങനത്തെ വിയേഡ് സാധനം എനിക്ക് വരുന്നുണ്ട്. ഫുഡിനെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും. I think we all watch somewhere. We all watch some cringe stuff. ആണോ അങ്ങനെയാണോ? ഇപ്പൊ ഞാൻ ഇപ്പൊ പറഞ്ഞവരുടെ ഫാനാ. മറ്റേ മഞ്ജുവിന്റെ പെണ്ണ അവരുടെ വീഡിയോ ഞാൻ കുറേ ഇരുന്ന് കാണും. ചങ്കൂറ്റുള്ള ഒരാളുണ്ടെങ്കിൽ ഒരു പെണ്ണിന് വേറെ വീട് ആവശ്യമില്ല. അവരെ നിർത്തി ബ്രോ. അവര് നമ്മള് കുറെ നിർത്താൻ കാരണം അവര് ഈ ഇടയ്ക്ക് ഞാൻ മെസ്സേജ് അയച്ചു അവർക്ക്. അപ്പൊ പറഞ്ഞു ബ്രോ അവരെ പേഴ്സണലി അറിയും. അല്ല പേഴ്സണലി അറിയാം. അവര് ട്രിവാൻഡ്രംകാരാ. അപ്പൊ ഞാനൊന്ന് സംസാരിക്കാൻ വേണ്ടി നോക്കി. അപ്പൊ അവര് പറഞ്ഞു ആ പ്രൊഫൈൽ ഡിലീറ്റ് ആക്കിയെന്ന്. കാരണം ഒരുപാട് ബാഡ് കമന്റ്സ് അല്ലെങ്കിൽ ജോമോ എന്ന് പറഞ്ഞ സാധനം ഒഴിക്കല്. പക്ഷെ അത് നമ്മളെല്ലാവരും എൻജോയ് ആണ്. ചിലർ അതിനെ ഭയങ്കരമായിട്ട് ഇത് എന്താ പറയാ റോസ്റ്റ് ചെയ്യും. അത് അവർക്ക് താങ്ങാൻ പറ്റിയില്ല. ഭയങ്കരമായിട്ട് പ്രശ്നം പറ്റി. അതാ ഞാൻ പറഞ്ഞത്. ഇതെല്ലാം ഒരാളുടെ മെന്റൽ ഹെൽത്തിനെ എഫക്ട് ചെയ്യുന്ന ഒരു സംഭവം. നമുക്കതൊരു കമന്റാ. ഒരാൾക്കത് ചുമ്മാ ഒരു ടൈപ്പ് ചെയ്തിടുന്ന ഒരു സംഭവം. അത് കാണുന്ന ആൾക്ക് എന്ന് പറഞ്ഞാൽ അയാളെ പറ്റി പറയുന്ന ഒരു കാര്യം അത് ഭയങ്കര ഒരു ഇമ്പോർട്ടൻറ്റ് സംഭവം. അങ്ങനെ പറയാതിരിക്കുക എന്നുള്ളത് നമുക്ക് എന്ത് വേണേലും മനസ്സിൽ വിചാരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പറയാം. പക്ഷെ അവരുടെ ഒരു പബ്ലിക് ഇതിൽ അവരുടെ കമന്റ് ഇടുമ്പോൾ അത് ഭയങ്കര ഒരു അവർക്കൊരു പക്ഷെ അതിൽ തളരാൻ പാടില്ല അല്ലേ. ഇൻസ്റ്റാഗ്രാം എനിക്ക് പഠിപ്പിച്ചു തന്ന ഒരു കാര്യമാണ്. ഇത് ആൾക്കാർക്ക് എന്തും പറയാലോ, നമുക്ക് അവരെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമുക്കത് എത്ര ഇഗ്നോർ ചെയ്യാൻ പറ്റുന്നോ അത്രയും നമ്മൾ ലൈഫിൽ സന്തുഷ്ടരായിരിക്കും. ഫീച്ചറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ നമുക്ക് പങ്കില്ലല്ലോ, നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ നമുക്ക് നമ്മുടെ മൈൻഡിലൊരു ഫീച്ചർ കയറ്റാം. ജസ്റ്റ് ഇഗ്നോർ, അവോയ്ഡ്, വിൽ ബി ഹാപ്പി. ഐ തിങ്ക് കുറേ ടൈം നമുക്കും ഇത് വരുമെങ്കിൽ ഓക്കെ വാട്ട് ഈസ് ദിസ് കോണ്ടന്റ് കറിക്കെ അത് പറഞ്ഞ് നമ്മളിങ്ങനെ ചീത്ത വിളിക്കാനൊന്നും കോമൻസിൽ പോകത്തില്ല. ഓക്കെ ഡ്യൂഡ് വാട്ട് ആർ യു ഡൂയിങ് ലൈക്ക് നെഗറ്റീവ് വെരി ബാഡ് തിങ്. We just ignore it. I think people should do it more. ഇപ്പോൾ റീസെൻ്റായിട്ട് നടന്ന ഭയങ്കര കത്തി നിന്ന ഒരു ഇഷ്യൂ ആയിരുന്നു ബസ്സിലെ ഒരു സീൻ. ബസ്സിലൊരു വീഡിയോ എടുത്തിട്ടിട്ട് അദ്ദേഹം മരിച്ചുപോയ ഒരു സീൻ. ശരിക്കും ഒരു പ്രശ്നം. He took his life, no? യാ. അപ്പോൾ ആ പുള്ളിക്കാരിയും ഒരു കണ്ടന്റ് ക്രിയേറ്റർ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ പെട്ടെന്ന് പ്രതികരിച്ച വീഡിയോയിലൂടെ ആയിരുന്നു. ശരിക്കും ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വരുമ്പോൾ അത് വീഡിയോ എടുത്ത് നാട്ടുകാരെ അറിയിച്ച് അത് വെച്ച് അങ്ങനെ ചെയ്യുന്നതാണോ നല്ലത് ആക്ച്വലി? അത് അപ്പം നമ്മൾ പ്രതികരിക്കണോ? എന്താണ്? ഐ തിങ്ക് ഇറ്റ്സ് എ സെൻസിറ്റീവ് ഇഷ്യൂ ആൻഡ് ഇറ്റ് ഡിപ്പെൻസ്. ലൈക്ക് അങ്ങനെ ഒരു സംഭവം നടക്കായികയൊന്നുമില്ല. ഒബ്വിയസ്ലി ഇറ്റ് ഹാപ്പൻ ടു മീ, ഇറ്റ് ഹാപ്പൻ ടു യു, ഇറ്റ് ഹാപ്പൻ ടു എനിബഡി. ഈവൻ ആണുങ്ങൾക്ക് പോലും ഐ ഹാവ് സീൻ എ ലോട്ട് ഓഫ് മൈ ഫ്രണ്ട്സ് ടെല്ലിങ് മീ ദാറ്റ് അവർക്കും സ്കൂൾ ടൈമിലൊക്കെ ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ബസ്സിൽ. ഇറ്റ്സ് വെരി കോമൺ തിങ്, ഇറ്റ് ഹാപ്പൻസ്. സോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എങ്ങനെ ഒരാൾ റിയാക്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു ടെക്സ്റ്റ് ബുക്ക് സംഭവമൊന്നും ഇല്ല. ഓരോരുത്തർക്കും ഓരോ റിഫ്ലെക്സ് ആയിരിക്കും. ഇപ്പം ഞാൻ പേഴ്സണലി ഞാൻ ഇത്രയും സ്ട്രോങ് ആണ്, ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ആളാണ്. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റായികയൊക്കെ വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ ദെയർ. ഞാൻ ചോദിക്കുന്ന ആ വീഡിയോ അപ്പം എടുക്കാം, കുഴപ്പമില്ല, എടുക്കാം, പക്ഷേ അത് പബ്ലിക് ആക്കണം. ഈ ഒരു പെർട്ടിക്കുലർ കേസിൽ ഐ ഫെൽറ്റ് ലൈക്ക് ആ വീഡിയോ ഒരു പ്രൂഫ് പോലെ കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അവിടെ എന്താ സംഭവിച്ചതെന്ന് ഇപ്പോൾ നമുക്കാർക്കും അറിയില്ല. ബട്ട് ദെൻ അഗൈൻ അങ്ങനെ ഒരു സംഭവം കാരണം ഒരാൾ അയാളുടെ ലൈഫ് എടുത്തത് സച്ച് എ ട്രാജിക് തിങ്. അങ്ങനെ ഒരു ഔട്ട്കം അതിന് വരാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു തെളിവിന് വേണ്ടെങ്കിൽ വീഡിയോ എടുത്ത് വെക്കാം, പക്ഷെ അത് പബ്ലിക് ആക്കുന്നതിൽ യോജിക്കുന്നുണ്ടോ? അപ്പം ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്. സോ എൻ്റെ വീഡിയോസിൽ ഞാൻ ഇപ്പം നിങ്ങൾ കാണുന്ന സ്റ്റെഫി അല്ലെങ്കിൽ വേറെ ക്രിയേറ്റേഴ്സ് അല്ലാതെ വേറെ ഒരാളെ ഞാൻ ഈവൻ മൈ പേരൻസ്, മൈ അതർ ഫ്രണ്ട്സ് ആരെയും ഞാൻ കാണിക്കാറില്ല. ബിക്കോസ് ഐ വാല്യൂ ദ പ്രൈവസി. അവർക്ക് താല്പര്യം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, അവരുടെ കൺസെൻറ്റ് എനിക്കില്ല.
സോ അങ്ങനെ ഒരു സംഭവം ഞാൻ ഒരിക്കലും ചെയ്യാറില്ല. എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് വന്ന് പറയും അതിൽ ഇതൊന്ന് അപ്ലോഡ് ചെയ്യരുത്. അവർ ഓട്ടോമാറ്റിക്കലി അസ്യൂം ചെയ്യും നമ്മൾ ക്രിയേറ്റേഴ്സാണ്, നമ്മൾ ഇടും. പക്ഷെ ഞാൻ ഇടാറില്ല. ഇപ്പം എൻ്റെ കൂടെ വന്ന് സംസാരിക്കുന്ന ആൾക്കാർ ഫാൻസാന്നൊക്കെ പറഞ്ഞാൽ അവരെ പോലും അവരെന്നെ ടാഗ് ചെയ്യണമെങ്കിൽ ഞാൻ അവരിടും. അല്ലെങ്കിൽ ഞാൻ ഒരാളെടുത്ത് ഇടുന്നൊരു സംഭവം ചെയ്തിട്ടില്ല. അപ്പം അത് ഒരു കൺസെൻറ്റിൻ്റെ അതും ഒരു കൺസെൻറ്റാണ്. അത് അയാളെ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കൺസെൻറ്റ്. അങ്ങനത്തെ ഒരു ലോ ഒന്നുമില്ല. പക്ഷേ ഐ വാല്യൂ ദാറ്റ്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോൾ ഇഫ് ഇറ്റ്സ് ലൈക്ക് വെരി ഓബ്വിയസ് യു ക്യാൻ റെക്കോർഡ് ഇറ്റ് മേ ബി അതൊരു പ്രൂഫിന് വേണ്ടിയിട്ട്. പക്ഷെ അപ്ലോഡ് ചെയ്യുന്നത് ഐ എം നോട്ട് ദാറ്റ് ഷുവർ അതിനെ പറ്റിയിട്ട്. സ്റ്റെഫി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒന്ന് പൊട്ടിച്ചിട്ടേ സംസാരിക്കോളം തോന്നുന്നു ആക്ച്വലി അല്ലേ, ആ പടക്ക് എന്ന് പറഞ്ഞിട്ട്. ആക്ച്വലി ഞാനും ആഫ്രിയായിട്ട് അഗ്രി ചെയ്യും കി ഓക്കെ ഫോർ പ്രൂഫ് യു ക്യാൻ ടേക്ക് ഇറ്റ് അങ്ങനെ. ബട്ട് ഐ റിയലി ഡോണ്ട് വാണ്ട്, മതലബ് എനിക്ക് അറിയത്തില്ല ഇതിനെക്കുറിച്ച് ഒത്തിരി. ബട്ട് ആഫ്രി പറഞ്ഞത് ഐ അഗ്രി ടു ദാറ്റ്. പിന്നെ പേഴ്സണലി ഫോർ മീ ഐ ഹാവ് കുറേ ലൈക്ക് ഗോൺ ത്രൂ ഇങ്ങനെ കുറേ സംഭവം. For me, I reacted actually. Like when I was in 10th also, ingane endengilum some guy came and touched me very badly, and I though like slapped him. So yeah. So appam like I don't know, that was my reflex ki I slapped him angane aayirunnu reflex. So yeah, I maybe you can take it as a proof, but I don't know, uploading I don't know. സോഷ്യൽ മീഡിയ പവർ ഭയങ്കര സംഭവമാണ് ആക്ച്വലി. ഒന്ന് കത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൈ നിൽക്കില്ല, ഇതങ്ങ് വൈറലായിക്കൊണ്ടിരിക്കും. നമ്മുടെ കണ്ടന്റ് ആയാൽ പോലും അങ്ങനെയാണ് ശരിക്കും. നമ്മുടെ കണ്ടന്റ് ഇപ്പോൾ നമ്മൾ ചെയ്തിടുമ്പോഴും അത് വൈറലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ മാത്രമല്ല, അത് ഒരുപാട് ഇവിടെ ഇരിക്കുന്ന സദസ് മാത്രമല്ല, സെലിബ്രിറ്റീസിൻ്റെ കയ്യിൽ. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയാലും ഡയറക്ടേഴ്സ് അവരൊക്കെ പ്രാങ്ക് ചെയ്യാൻ വന്നതാണോ എന്ന് ചോദിക്കും, പറ്റിക്കാൻ വേണ്ടി വന്നതാണോ, ഫ്ലിപ്ലോച്ചി എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കും അവർ. അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. അങ്ങനെ കാര്യമായിട്ടൊരു കാര്യം വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ഇത് പറ്റിക്കുകയാണോ? ഇല്ല, ഞാൻ സീരിയസ് ആയിട്ട് എൻ്റെ ജോലിയാണ് ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംഭവം ഞാൻ മാതൃഭൂമിയിലാണ് വർക്ക്, ഞാൻ 14 വർഷമായി മാതൃഭൂമിയിൽ. പക്ഷെ പലർക്കും അത് അറിയില്ല. ഞാൻ ഇവിടെ വെളിയിലൊക്കെ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പറയാൻ പ്രാങ്ക് ചെയ്യണ, അപ്പം ഞാൻ സീരിയസ് ആയിട്ട് ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പം ഞാൻ അതിൻ്റെ ഇടയിലെല്ലാം വരും, എടാ അതെന്നാ ചിരിച്ചങ്ങ് കളയാം. പക്ഷേ അവർ കാണുന്ന എന്താണ് നമ്മളെ വീഡിയോയിലൂടെ, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ അവർ കാണുന്നത് നമ്മളെ പ്രാങ്കിലൂടെ മാത്രമാണ്. നമുക്ക് ഇപ്പുറത്തൊരു ജോലിയുണ്ട് എന്ന് പറയുന്നവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ഈ സെലിബ്രിറ്റീസിൻ്റെ കയ്യിലൊക്കെ ഇപ്പോൾ ഈസി ആയിട്ട് ഇപ്പം ഒരു സിനിമയിൽ ഓഡിഷൻ നടത്തേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇപ്പം ഭയങ്കര സിമ്പിളാണ്. ഒന്ന് റീൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്യുമ്പോൾ അഭിനയം കണ്ട് നമുക്ക് എടുക്കാം. അങ്ങനെയാണ് ഇപ്പോൾ ഡയറക്റ്റ് വരുന്നത്. അങ്ങനത്തെ കോൾസും എല്ലാം അങ്ങനെ നിങ്ങൾക്ക് എല്ലാം വന്നിട്ടുണ്ടോ സിനിമയിൽ? അങ്ങനെ അപ്രോച്ച് ചെയ്ത് ജോയലിൻ്റെ ഈ വേഷമൊക്കെ കണ്ടിട്ട് ജോയൽ അടുത്ത പടത്തിൽ കാസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മ വേഷത്തിൽ, അങ്ങനെ അല്ല അല്ല മീൻസ് ഞാൻ ഫൺ വേയിൽ അങ്ങനെ അവതരിപ്പിച്ച് പറ. അങ്ങനെ 1-2 കോൾസ് വന്നിരുന്നു. അത് എന്താ പറയാ, ഫ്രൂട്ട്ഫുൾ ആയില്ല. ഇനി സമയമുണ്ടല്ലോ ചെയ്യാം. ഐ മീൻ സ്റ്റോറി കേട്ടിട്ട് ഓക്കെ ആയില്ല. അല്ല, ഇപ്പം ഞാൻ ജോലി വിട്ടിട്ട് 2 വർഷമായുള്ളൂ. അപ്പം എനിക്ക് ചുമ്മാ ഇരിക്കുന്നത് ഭയങ്കര. You left job? Yeah. I didn't do that. Yeah, so I was working in advertising. So I quit my job in 2024. അപ്പോൾ ഇത് ചുമ്മാ ഇരുന്നപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് ഭയങ്കര സംഭവമാണ്, ഇത് ഭയങ്കര രസമുള്ള കാര്യമാണ് ചുമ്മാ ഇരിക്കണം. അപ്പോൾ എനിക്ക് കുറച്ച് നാളുകൂടെ ചുമ്മാ ഇരിക്കണം. അത് കഴിഞ്ഞ് ചെയ്യാം, നോക്കാം. അപ്പോൾ ജോലി വിട്ടപ്പോൾ ഈ റീലുമായിട്ട് കമ്പാരിസൺ നടത്തുമ്പോൾ റീൽ ചെയ്യുന്നതാണ് ഏറ്റവും സാറ്റിസ്ഫൈഡ്. കുറേ സമയം കൂടെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. റീൽ ചെയ്യുമ്പോൾ കണ്ടന്റ് തപ്പണം, കണ്ടന്റ് എഴുതണം, അത് കുറച്ചും കൂടെ ഫണ്ണാക്കണം, തല വർക്ക് ചെയ്യണം, അങ്ങനെ സാധനം നടക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഇവിടെ തന്നെ നമ്മൾ ഇരുന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞല്ലോ, മമ്മിയുടെ കുറേ കാര്യങ്ങൾ വന്നു. അപ്പോൾ അത് വെച്ച് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും. കൂട്ടുകാരോട് സംസാരിക്കുമ്പോഴും ആരോട് സംസാരിക്കുമ്പോഴും മമ്മി ആയതുകൊണ്ടാണ്. അല്ലാതെ ഞാനൊരു ഫ്രണ്ട്സിൻ്റെ കണ്ടന്റ് ചെയ്യുവാണെങ്കിലോ അല്ലെങ്കിൽ ഓഫീസ് കോണ്ടന്റ് ചെയ്യുമായിരുന്നെങ്കിൽ ഇത്രയും ഐഡിയ കിട്ടിയാലോ. മമ്മി ഒരു ഫോൺ വിളിച്ചാൽ മതി, മമ്മി വാ തുറന്ന കണ്ടന്റാണ്, ഐഡിയ ആണ്. എവിടെയാടാ ജോയലേ, എടാ കഴിച്ചോടാ? ഇന്ന് വിളിച്ചോ? ഇന്ന് വിളിച്ചില്ല. ആക്ച്വലി മമ്മി എന്നോട് ഇച്ചിരി ദേഷ്യം ഉണ്ടെന്ന് തോന്നുന്നു, പറയാതെ വന്ന എൻ്റെ എന്തോ അവസാനം ഫോൺ വെച്ചപ്പോ എനിക്ക് ആ കാര്യം പറയണം, നീ പോ പോന്ന വെച്ചിട്ട് പോ. പിന്നെ ഞാനിവിടെ വരുമ്പോ ഹാപ്പി ജേർണി എന്നൊക്കെ ഇട്ടായിരുന്നു, ഞാൻ താങ്ക്സ് എന്നും പറഞ്ഞു. അമ്മ ഇപ്പൊ മോന്റെ ഈ ഒരു സ്റ്റാറ്റസിൽ അമ്മ ഹാപ്പിയാണ് ഭയങ്കര? മമ്മി ഹാപ്പിയാ, മമ്മി ഹാപ്പിയാ. യെസ്. ഇവിടെ എങ്ങനെ സിനിമാ ജീവിതം?
ഞാൻ അങ്ങനെ മലയാളത്തിൽ ഞാൻ 2 മൂവീസിൽ ഷീസ് ഓൾറെഡി ഡൺ. അഭിനയിച്ചായിരുന്നു. ബട്ട് ഐ തിങ്ക് ഞാൻ റീല് കണ്ടിട്ടാണോ വിളിച്ചത്? റീൽ കണ്ടിട്ടാണ് വിളിച്ചത്. ഞാൻ ഓഡിഷൻ തന്നില്ലായിരുന്നു അതിന്. Directly they called me and said this is the role, this is the role. I was like okay fine, we'll do it, like for fun only I did, like അങ്ങനായിട്ട്. Auditions so of course I give auditions ഹിന്ദിയിലൊക്കെ, ബട്ട് ഹിന്ദിയിൽ ഹിന്ദി ബിക്കോസ് ഞാൻ നോർത്ത് ചെയ്യുന്ന, സോ ഹിന്ദിയും എനിക്ക് നല്ലപോലെ അറിയാം. സോ ഓഡിഷൻസ് ഹിന്ദിയിലും തരും. പക്ഷെ ഞാൻ മലയാളത്തിൽ അങ്ങനെ ഓഡിഷൻസ് തന്നിട്ടില്ല. ഡയറക്ട്ലി പോയത്, ലൈക്ക് ദേ കോൾഡ് മീ ആൻഡ് ഐ വെന്റ് ആൻഡ് ഡിഡ് ആൻഡ് കേം ബാക്ക്. അപ്പം 2 3 അല്ല 1 2 2 3 2 ഹിന്ദി ബോലോ ബഹുത് അച്ഛാ ഹൈ നാ. നിങ്ങൾ രണ്ടും ഹിന്ദിയാണ് കുറച്ചുകൂടെ ഫ്ലുവൻറ്റ്. ഹിന്ദി പറഞ്ഞ എന്തിനാ അവരെ ബോറടിപ്പിക്കുന്നത്? വേണ്ട, അല്ല നിങ്ങൾ നല്ലതായിട്ട് ഹിന്ദിയിലല്ലേ കുറച്ചുകൂടെ ഫ്ലുവൻസി അങ്ങനെ ഉണ്ടോ? അത് മലയാളമാണോ? അങ്ങനെയില്ല, ജനിച്ചതും വളർന്നതും അവിടെയാ. You know what? I read this Reddit. Someone commented like Steffi Hindi പറയുന്നത് അവൾക്ക് തോന്നുന്നത് അവൾ ഭയങ്കര കൂളാ. No bro, I speak like that literally. Like നമ്മൾ നോർത്ത് ഇന്ത്യ, of course Joel will relate to it because Joel and me born brought up in North India only. So നമ്മൾ വീട്ടിൽ തന്നെ പറയുന്നത് ഹിന്ദി ആൻഡ് മലയാളം മിക്സ് ആ. ചില വേർഡ്സ് ഞാൻ ഇവളോട് പറയുമ്പോൾ ഇവൾക്ക് മലയാളം, അവൾ ഞാനിങ്ങനെ എന്തോ ഒരു വേർഡ് അത് അതിന്റെ അർത്ഥം എന്താന്നൊക്കെ ചോദിക്കും. മലയാളം വേർഡ്, some മലയാളം some like അല്ല, അങ്ങനെ ഞാൻ നമ്മൾ mix ഇവിടെ ചെയ്ത്. നാട്ടിൽ പഠിക്കാൻ വന്നായിരുന്നു. +1 +2 ഞാൻ ഇവിടുന്ന് ചെയ്തു, പാലയം. അപ്പോൾ ആദ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ മലയാളം അത്ര ഞാൻ ഫ്ലുവൻ്റ് അല്ല. അപ്പോൾ അവർ ദേടാ ഒരു നോർത്ത് ഇന്ത്യക്കാരൻ്റെ വന്ന ബംഗാളിയാന്ന് തോന്നുന്നു, ഒരു ബാഗും പിടിച്ചോണ്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാ. അപ്പോൾ അവർ ജഡ്ജ് ചെയ്യും ആൾക്കാർ. ബട്ട് ദാറ്റ്സ് ഹൗ ഇറ്റ് ഇസ്. പിന്നെ ഞാൻ ആ ഒരു രീതിയിലേക്ക് വന്നു. പിന്നെ അവസാനം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനൊരു അച്ചായനായി മാറി. നമ്മുടെ വീട്ടിലും നമ്മൾ മമ്മി മലയാളത്തിൽ സംസാരിക്കും, നമ്മൾ ഹിന്ദിയിൽ തിരിച്ച് പറയുന്ന ഹിന്ദിയിലാണ് ചെയ്യുന്ന റെസ്പോണ്ട്. ഇടയ്ക്ക് പിന്നെ അതുകൊണ്ട് ദ ലാംഗ്വേജ് ഈസ് വെരി ബാഡ്. ഫുള്ളി എല്ലാം മലയാളവും ഹിന്ദി മിക്സ് ആയിട്ടാണ് സംസാരിക്കുന്നത്. ഫോർ മീ ആൻഡ് ജോയൽ ഓഫ് കോഴ്സ് യു നോ അങ്ങനെ. ഓക്കേ, താങ്ക് യു. മമ്മി മലയാളത്തിൽ മമ്മി മലയാളത്തിൽ പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഹിന്ദിയിലാണ് ഉത്തരം പറയും. നിനക്ക് വേറെ ഭാഷ മലയാളം പറഞ്ഞുകൂടെ? നിനക്ക് മര്യാദയില്ലേ ജോയലിനൊന്നും? അങ്ങനെ പറയും. ഓക്കെ, അഫ്രീ സിനിമ വല്ലം? സിനിമ എനിക്ക് കാസ്റ്റിംഗ് കോൾസ് വരാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ സിനിമയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കയറണം എന്നുള്ളതില്ല. ഐ റിയലി ലവ് സിനിമ, ഐ റെസ്പെക്ട് സിനിമ. അപ്പം എനിക്ക് അടിപൊളി ഒരു സാധനം എന്തെങ്കിലും അത്രയും ലൈക്ക് ഞാൻ ഭയങ്കര കോമ്പറ്റീഷൻ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കല്ലേ. ഇവിടെ ഇൻഫ്ലുവൻസേഴ്സിനെ സ്റ്റാർസ് ആക്കി വെച്ചിട്ട് പടം എടുക്കുന്നുണ്ട്. 5 മണിക്കൊരു സെഷൻ ഉണ്ട്. അപ്പൊ അവര് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഭയങ്കര സംഭവം. എനിവേ താങ്ക് യു. അപ്പൊ കുറച്ചു നേരം നമ്മൾ സംസാരിച്ചു. ഇനി അവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. മൈ നെയിം ഇസ് അനുജിത്ത്. ഞാൻ എൻ്റെ ശരിയും തെറ്റിലേക്കും കിടക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഫിലോസഫിയിൽ ഒരു സെയിങ് ഉണ്ട്, ദാറ്റ് യു ഹാവ് ദ ഫ്രീഡം ആൻഡ് ഓൾസോ ദ റെസ്പോൺസിബിലിറ്റി ബിലോങ് ദാറ്റ്. ആൻഡ് ഈ കാലഘട്ടത്തിൽ ചെറിയ കുട്ടികളും സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 5th സ്റ്റാൻഡേർഡ് വരെയുള്ള ആൾക്കാരായിരുന്നല്ലോ. അപ്പോൾ നമുക്കിങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലല്ലോ ഫീഡിൽ. ഇപ്പോൾ ചൈൽഡ് കണ്ടന്റുകൾ ലോക്ക് ആക്കുന്ന രീതിയിൽ വരുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും റെസ്ട്രിക്ഷൻസ് ഒക്കെ കുറവാണ്. അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ വാട്ട് കംസ് ഇൻ ടു യുവർ മൈൻഡ് അബൌട്ട് ദ റെസ്പോൺസിബിലിറ്റി പാർട്ട് വൈൽ യു ഡു എ കണ്ടന്റ്? അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി പാർട്ട് വരാറുണ്ടോ ഇഫ് യു ഡു എ കണ്ടന്റ്? അല്ലെങ്കിൽ ജസ്റ്റ് റാൻഡം കണ്ടന്റ്സ് ആണോ ചെയ്യാറ് എന്നുള്ളതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ എനിക്ക് ജോയൽ ചേട്ടനോടൊരു ജസ്റ്റ് ഒരു കമന്റ് കൂടിയാണ്. ബ്രോ ചേട്ടനല്ല ബ്രോ, മേ ബി പറയാൻ പറ്റില്ല, ഐ ആം യങ്ങർ ഐ തിങ്ക്. ബട്ട് അതായത് സ്വന്തമായിട്ട് അവൻ ഡിസൈഡ് ചെയ്യാ. അതായത് അച്ഛൻ്റെ സീൻസ് ഒക്കെ ചിലപ്പോൾ ചെയ്യാറുണ്ടല്ലോ. അപ്പൊ കണ്ട് ഇരിക്കുമ്പോൾ പോലും ആയിരുന്നാലും അച്ഛൻ ഇങ്ങനെയാണോ എന്ന് തോന്നി പോകുന്നുണ്ട്. കാരണം മാനറിസം. ഞാനോ? അയ്യോ, അമ്മയായിട്ട് കാണുന്നേ ഇല്ല ജോലിന്. അച്ഛനെ ഒന്നാമത് യങ്കർ ആണെന്ന് പറഞ്ഞു, ഇപ്പൊ ഞാനൊരു അപ്പനാന്ന് കൂടെ പറയുന്നുണ്ട്. താങ്ക് യു. സോ റെസ്പോൺസിബിലിറ്റി പാർട്ട് ജസ്റ്റ് ഞാനൊരു തന്തവായി മാറി. ഷർട്ട് ഒരു ടീഷർട്ട് ഇട്ടാ മതിയായിരുന്നു. റെസ്പോൺസിബിലിറ്റി പാർട്ട് ഐ തിങ്ക് നമ്മുടെ കോണ്ടന്റ് എല്ലാം ഇറ്റ്സ് സേഫ് ഫോർ കിഡ്സ്. അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് ആവശ്യം വന്നിട്ടില്ല. പിന്നെ ഇറ്റ്സ് എ ഡിജിറ്റൽ എറ ആൻഡ് ഇറ്റ്സ് ഓൾസോ ദ പേരൻസ് റെസ്പോൺസിബിലിറ്റി. അവരെ കുട്ടികൾ എന്ത് കാണുന്നു എന്നൊക്കെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മളുടെ ഏജിൽ നമ്മൾ വളരുമ്പോൾ അത് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ അതുണ്ട്. സോ പേരൻസ് ഓൾസോ ഹാവ് ടു സ്റ്റെപ്പ് അപ്പ്. ബട്ട് യെസ്, ഐ തിങ്ക് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഷുഡ് ഹാവ് സം റെസ്പോൺസിബിലിറ്റി റിഗാർഡിങ് ദാറ്റ്. ഈവൻ എനിക്കും തോന്നത്തില്ല നമ്മൾ അങ്ങനെ കോണ്ടന്റ് ഇടാറുണ്ട് കി ലൈക്ക് ചിൽഡ്രൻ ഷുഡ് ബി ലൈക്ക് ഇച്ചിരി ഇത് വേണം. ഓവർ സോഷ്യൽ മീഡിയ. ഡിപെൻഡ്സ് അപ്പോൺ പേരൻസ്. എന്റെ ചേച്ചി ഇപ്പൊ പറയുന്നത്
എൻ്റെ ചേച്ചിക്ക് 2 പിള്ളേരുണ്ട്. അവർ രണ്ടുപേരും 16 ഇയേഴ്സ് ആവുമ്പോഴേ ഫോൺ കൈ കൊടുക്കുള്ളൂ. Yeah. So people take measures, so you can also Yeah. take measures, yeah. Because there's no way to control social media. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ആ. ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്ററിന്റെ ബയോ വായിക്കുവാണ്. മൈ മോം സ്റ്റിൽ ടെൽസ് മീ ടു ഫൈൻഡ് എ ഗവൺമെന്റ് ജോബ്. ഓക്കെ, അപ്പോൾ എൻ്റെ ചോദ്യം ഇങ്ങനെയാണ്. നമ്മൾ പഴയ കാലത്ത് നമുക്ക് പറയുന്നത് ഒരു ഗവൺമെന്റ് ജോബ് സെക്യൂർ ചെയ്യണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു പ്രൈവറ്റ് ജോബിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും ആസ് യൂഷ്വൽ എൻ്റെ ഒരു കാഴ്ചപ്പാടനുസരിച്ച് നമ്മൾ ഗവൺമെന്റ് ജോബിനേക്കാളും കുറച്ചും കൂടെ നമ്മൾ ഏൺ ചെയ്യാം. നമ്മളിപ്പം ടോപ്പ് റിച്ചസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ഗവൺമെന്റ് ജോബ് ഉണ്ടാവും നമ്മൾ നമ്മുടെ പേരൻസിൻ്റെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് ഒരു ഉത്തരം ഉണ്ടാവണമെന്നില്ല. സോ നമ്മളൊരു പ്രൈവറ്റ് ജോബിൽ സെക്യൂർ ആവാൻ പോലും ഇപ്പം പേരൻസ് സമ്മതിക്കണമെന്നില്ല. സോ ആ ഒരു സെനാരിയോയിൽ നിന്ന് നേരത്തെ ഷെഫിസണി ചേച്ചി പറഞ്ഞ പോലെ ദിസ് ഈസ് മൈ ജോബ് എന്ന് ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറയാൻ പറ്റുന്ന ഒരു സെനാരിയോ എന്നുണ്ടാവും? Okay, so ഒന്നുകൂടെ ചോദിക്കുമോ? പഴയ നമ്മൾ വീട്ടുകാരെല്ലാവരും പറയാറുണ്ടല്ലോ നമ്മൾ ഗവൺമെൻറ് ജോബ് ഉണ്ടാവണം, നമ്മൾ ഗവൺമെൻറ് ജോബിലായിരിക്കണം എന്നൊക്കെ. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ജോബ്സ് ആണ് നമ്മൾ കൂടുതൽ നമുക്ക് ഏൺ ചെയ്യണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറ്റുന്നത്, നമുക്ക് സ്കില്ലുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പറ്റുന്നത് പ്രൈവറ്റ് ജോബ്സ് ആണ്. കാരണം നമ്മൾ ടോപ്പ് 10 ഇപ്പം നമ്മൾ എത്ര റിസർച്ച് എടുത്ത് നോക്കിയാലും അതിൻ്റെ അകത്ത് എത്ര ഗവൺമെൻറ് ജോബ് ഉണ്ടാവുമെന്ന് മേ ബി പൊളിറ്റീഷ്യൻസ് കാണാം. ഓക്കെ, അല്ലാതെ ഗവൺമെൻറ് ജോബ്സ് ഉണ്ടാവും, അല്ലാതെ ആൾക്കാരുണ്ടാവും തോന്നുന്നില്ല. സോ നമ്മൾ ഇന്ന് ഇപ്പം നേരത്തെ ചേച്ചി പറഞ്ഞ പോലെ ദിസ് ഈസ് മൈ ജോബ്, നമ്മളൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ് എന്ന് ഇപ്പോഴത്തെ പിള്ളേർക്ക് അവരുടെ പേരൻസിനോട് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റും. അപ്പം അത് അക്സെപ്റ്റഡ് ആവുന്ന ഒരു സെനാരിയോയിലാണോ നമ്മൾ നിൽക്കുന്നത്? okay, let me tell you, it's a reality check തരാം. Basically this is my thinking. कि കുറേ പേരുണ്ട് कि okay, my job is content creation. See, content creation doesn't give you money starting le തന്നെ you are earning like 5-10 lakhs straight. No, it takes time. So I feel നിങ്ങളുടെ പഠിത്തം അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ലൈക്ക് ഐ ഓൾസോ അത്രയ്ക്കും കോൺഫിഡൻറ്റ് ആയി കഴിഞ്ഞിട്ട് ഓക്കെ ഐ കനോട്ട് മാനേജ് ഈ രണ്ട് സംഭവം ടുഗെദർ ബിക്കോസ് ഈദർ ഐ ക്യാൻ ഡു ദിസ് ദാറ്റ് മണി വാസ് both the sides, from both the sides. അപ്പോഴാണ് ഞാൻ ഡിസിഷൻ എടുത്ത് ഓക്കെ ഐ വോണ്ട് ടു ഗോ ഇൻ കോണ്ടന്റ് ക്രിയേഷൻ. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഐ വോണ്ട് ടു ബി എ കോണ്ടന്റ് ക്രിയേറ്റർ. നോ, ഐ തിങ്ക് കുറേ യങ്സ്റ്റേഴ്സിന് ഇപ്പം ദിസ് മെൻറ്റാലിറ്റി ഇസ് ദെയർ കി സി യു ഹാവ് ടു ഹാവ് സർട്ടൻ കൈൻഡ് ഓഫ് മണി ഇൻ യുവർ ഹാൻഡ്. I also hated എൻ്റെ job too much, but it was giving money. Content creation was not giving money at that time. ഞാൻ അത്ര ഒരു സ്റ്റേബിൾ ആയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആ കരിയർ ചൂസ് പോലും ചെയ്തത്. ഐ തിങ്ക് കുറേ ക്രിയേറ്റേഴ്സ് ഉണ്ട്, ദേ ഓൾസോ ഐ തിങ്ക് സേസ് ദ സെയിം തിങ് കി ഡയറക്ട്ലി പോയി കോണ്ടന്റ് ഓക്കെ സൈഡ് ബൈ സൈഡ് അത് ചെയ്തോ ഇറ്റ്സ് ഗുഡ് ഓൺലി. ബട്ട് യാ യുവർ ഡിഗ്രി ആൻഡ് ഈവൻ ഇഫ് യു ഡോണ്ട് ലവ് just ഇച്ചിരി സ്ട്രഗിൾ ആണ്. സ്റ്റാർട്ട് മേക്കിംഗ് കോണ്ടന്റ്, സൈഡിൽ ജോബ് ചെയ്യുക. ഇഫ് കോണ്ടന്റ് ഇസ് ഗിവിംഗ് യു മണി ദെൻ ഗോ ഫോർ ഇറ്റ്. അങ്ങനെ ബ്രോ ഞാൻ 2 lakh ഫോളോവേഴ്സ് എത്തിയപ്പോഴേ കേട്ടോ ജോലി വിട്ട്. അതും അതിനകത്തുനിന്ന് നല്ലൊരു വരുമാനം കിട്ടാൻ തുടങ്ങിയപ്പോഴാണ് ജോലി വിട്ട്. അല്ല, I think you asked like when can you say this is my job to your parents, like confident ആയിട്ട്, അതാണോ ഉദ്ദേശിച്ചത്? or about content? നമ്മളിപ്പോൾ കോണ്ടന്റ് ക്രിയേറ്റർ വഴി നമുക്ക് പൈസ ഏൺ ചെയ്യുന്നെങ്കിൽ പോലും അത് എല്ലാ പേരൻസും അക്സെപ്റ്റഡ് ആവണമെന്നില്ല. ദാറ്റ് ഈസ് അപ് ടു യു. ലൈക്ക് നമ്മൾ സ്റ്റാൻഡപ്പ് ചെയ്യണം ഫോർ ആർ സെൽസ്. ബിക്കോസ് നമ്മുടെ പേരൻസിൻ്റെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ റിസ്ക് വേണ്ടാന്ന് വെക്കുന്നൊരു ജനറേഷനാണ്, റിസ്ക് എടുക്കുക. അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് ജോബ് അവർ ചൂസ് ചെയ്യാനും പറയുന്നത്. കാരണം അതിൽ റിസ്ക് ഇല്ല, നമുക്ക് സെക്യൂർ ആണ് നമ്മുടെ ലൈഫ്. അപ്പോൾ അവർ അത് ചൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഐ തിങ്ക് നമ്മുടെ ജനറേഷൻ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായിട്ടുള്ള, അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസും വരും. ഇപ്പോൾ കോണ്ടന്റ് ഒക്കെ നമ്മൾ ആ റിസ്ക് ഏറ്റെടുത്തുകൊണ്ടാണ് യു ആർ ഹിയർ. അപ്പോൾ അവർ പറയുന്നത് എനിക്ക് തോന്നുന്നു ഒരിക്കലും പറയാൻ പറ്റിയല്ല എൻ്റെ ജോലിയാണ്. എൻ്റെ മമ്മി ഇപ്പോഴും പറയും കി കണ്ടോ ആ കൊച്ചു UK പോയി നീ എന്നാ എടുക്കുവാ ഇവിടെ ഇരുന്ന്. Mom, I am earning, but she can't accept that fact that ki ഞാൻ ഇപ്പോഴും അത് is a part of life now. ചെയ്താലും ചെയ്തില്ലെങ്കിലും but yeah, like have ഒരു certain kind of money to start content creation. I would suggest that. ആൾക്കാർ പറയും ബ്രോ ഹാപ്പി ആയിട്ടിരിക്കും അത്രേ ഉള്ളൂ. Yeah. എൻ്റെ ക്വസ്റ്റ്യൻ ഓൾറെഡി സോ ഐ തിങ്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് നിർത്താം. പെട്ടെന്ന് എൻ്റെ ചോദ്യം അത് ജോയലിനോടാണ്. പക്ഷെ അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം, എൻ്റെ മക്കളാണ് എനിക്ക് ജോയലിനെ പരിചയപ്പെടുത്തി തന്നത്. ഞാൻ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ എനിക്ക് ജോയലിൻ്റെ വീഡിയോ അയച്ചു തരും. എന്നിട്ട് പറയും മമ്മിയുടെ ഡിറ്റോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു പറയും. അപ്പോൾ എൻ്റെ ചോദ്യം എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് 3 പേർക്കും പറയാൻ സാധിക്കുന്നതാണ്. ഇന്നത്തെ കണ്ടന്റ് ലോകത്ത് ആൽഗോരിതം തന്നെ വിജയത്തെ തീരുമാനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒറിജിനാലിറ്റി കൈവിടാതെ എങ്ങനെയാണ് നിങ്ങളുടെ യാത്ര നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്?
യു ഗോട്ട് മൈ പോയിന്റ്, ഐ തിങ്ക് സോ. ഒറിജിനാലിറ്റി, ആ അതുകൊണ്ടാണല്ലോ നമ്മള് ഇവിടം വരെ എത്തിയത്. അപ്പോ അത് വിടാൻ പറ്റില്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ കണ്ടന്റ് ആണ് പലയിടത്തും നമ്മുടെ ആൽഗോരിതം എല്ലാം തീരുമാനിക്കുന്ന കണ്ടന്റ് ആണല്ലോ. അപ്പൊ നിങ്ങൾ റിയലായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ, നിങ്ങളുടെ കൈവിടാതെ തന്നെയാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നതെന്നുള്ളത്? വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഞാനൊരു മടിയനാണ്, ഞാനൊരു പട്ടിയാണ്, ഞാൻ അതെല്ലാമാണ്. ഐ തിങ്ക് ആൽഗോരിതം ഡിസൈഡ്സ് നിങ്ങളുടെ കോണ്ടന്റ് ഇൻട്രസ്റ്റിംഗ് ആണോ അല്ലയോ, അത്രേ ഉള്ളൂ. നമ്മൾ തന്നെയാ ഒറിജിനൽ തന്നെയാ ചെയ്യുന്നത്. കുറച്ച് ഡ്രാമറ്റൈസ് ചെയ്യും, ബട്ട് ഉള്ളതാണെല്ലാം. ഓവറാക്ടിങ് ഇസ് ദേർ, ബട്ട് ദാറ്റ്സ് വൈ യു ക്യാൻ റിലേറ്റ് മാം. അല്ലേ, ഒറിജിനാലിറ്റി അപ്പോഴേ വരത്തുള്ളൂ, എല്ലാവരും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന. ചെറിയൊരു മെമൻറ്റോ തന്ന് നിങ്ങൾക്കൊരു സ്നേഹാദരവ് തരാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നു. പ്ലീസ് അതിനായിട്ട് സ്റ്റേജിലേക്ക് ഐ വെൽക്കം മിസ്റ്റർ വിപിൻ റാം, മാനേജർ കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ ലിമിറ്റഡ്. ഈ ഒരു സെഷന്റെ സ്പോൺസേഴ്സ് ആണ് കല്യാൺ ജ്വല്ലേഴ്സ്. സോ ഒരു ചെറിയ മെമൻറ്റോ from Kalyan Jewellers. ടു അഫ്രീന. A graceful Please everyone put your hands together for this wonderful content creators. Flawless rainbow And stones. to Steffi Sunny. Soft pastel shades that pair beautifully with your favorite designer outfits. It's subtle, stunning, and all about you. Be the star of the party. And to Joel Joseph. Thank you so much guys. Thank you.